Hello friends, Nityan here, your faculty for Auditing and Ethics at Triple I Commerce Academy. So നമ്മൾ ഇന്ന് ഈ വീഡിയോ സെഗ്മെൻറ്റിൽ സെപ്റ്റംബർ 25 എക്സാംസിലോട്ട് വന്നിട്ടുള്ള മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം, റിവൈസ് ചെയ്യാനായിട്ട്. മോക്ക് ടെസ്റ്റ് പേപ്പർ 1 ആയിരിക്കും ഈ വീഡിയോ സെഗ്മെൻറ്റിൽ ഷൂട്ട് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ തൊട്ട് മുന്നേ കഴിഞ്ഞിട്ടുള്ള മെയ് അറ്റംപ്റ്റിലും അതിന് മുന്നേ നടന്നിട്ടുള്ള ജാനുവരി അറ്റംപ്റ്റിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതായത് RTP MTPs രണ്ട് MTPs ഉണ്ടാവും, നമുക്കൊരു RTP ഉണ്ടാവുമല്ലോ. ഇത് മൂന്നും ആക്ച്വലി വരാൻ പോകുന്ന എക്സാംസിൻ്റെ, നടക്കാൻ പോകുന്ന നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ ഒരു ചെറിയ ട്രെയിലറാണ്. പ്രത്യേകിച്ച് നമ്മുടെ മെയ് 25 ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓഡിറ്റിങ്ങിന് ഈ RTP MTP റിവിഷനും നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ സെഷൻസ് ഇരുന്നിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ആ ഒരു ട്രെൻഡ് തന്നെ എല്ലാ എക്സാമിലും എല്ലാ അറ്റംപ്റ്റിലും ഇത് കാണുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ യെസ്, ഫോർ ദിസ് സെപ്റ്റംബർ 25 അറ്റംപ്റ്റ് ഓൾസോ, നിങ്ങൾ സെപ്റ്റംബർ 25 അറ്റംപ്റ്റ് ഗ്രൂപ്പ് 2 ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാംസ്, ദെൻ ദിസ് വീഡിയോ ഇസ് ഡെഫിനറ്റ്ലി ഫോർ യു. ഫുൾ ഇരുന്ന് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. ആൻഡ് ഫുൾ ടോപ്പിക്സ് ഒരു വട്ടമെങ്കിലും പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഏതാണ്ട് തീരാറായി, നിങ്ങൾ ആക്റ്റീവ് സ്റ്റഡി ഫേസിലാണെങ്കിൽ ഈ MTP വീഡിയോസും അതിൻ്റെ ഡിസ്കഷനും പ്രസൻറ്റേഷനെ പറ്റി സംസാരിക്കുന്നതും ഇതെല്ലാം കുറേ നിങ്ങളുടെ റിവിഷനെയും നിങ്ങളുടെ പഠിത്തത്തിനെയും കുറേ കൂടി സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, സോ യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് MTP എന്ന് പറയുമ്പോൾ RTP പോലെ ചാപ്റ്റർ വൈസ് ഓർഡറിലായിരിക്കത്തില്ല, ഒരു ഡെമോ, എക്സാമിൻ്റെ പ്രോപ്പർ ഡെമോ ആണ്. അതായത് ശരിക്കും എങ്ങനെയാണോ എക്സാമിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ 3 hours എക്സാം എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പേപ്പർ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുക, അതേ രീതിയിൽ തന്നെ കേസ് സ്റ്റഡി, MCQs, പിന്നെ ഡിസ്ക്രിപ്റ്റീവ്, അങ്ങനെ 30-70 ഡിസ്ട്രിബ്യൂഷനിൽ പ്രോപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ആയിരിക്കും ഇവർ തന്നിട്ടുണ്ടാവുക. പൈസയുടെ നമ്മുടെ സെപ്റ്റംബർ 25 വന്നുള്ള MTP ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് ട്രിപ്പിൾ ആയിട്ട് നമ്മുടെ ഒരു PDF ഫോർമാറ്റിൽ ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് കേട്ടോ. MTP 1 ഓഫ് സെപ്റ്റംബർ 25. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് ദ കേസ് സിനാരിയോസും MCQസും, അതായത് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ സ്ട്രെയിറ്റ് കേസ് സ്റ്റഡി അല്ലാത്ത ജനറൽ MCQs ഉണ്ടാവും. രണ്ടും കൂടി ചേർത്തിട്ടാണ് 30 മാർക്ക്, പിന്നെ 70 മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ 30 മാർക്ക് കേസ് സ്റ്റഡി സിനാരിയോസ് ആൻഡ് MCQs. ആ ഒരു ടോപ്പിക് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ റൈറ്റ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ടു ഈച്ച് ഓഫ് ദ ഫോളോയിങ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, CA ട്രസ്റ്റ് വർത്തി എന്നൊരു ചാർട്ട് അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹാസ് അക്സെപ്റ്റഡ് ദി ഓഡിറ്റ് ഓഫ് FS, ഓക്കെ, ഓഫ് എ കമ്പനിയുടെ പേര് പ്രിസിഷൻ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഓക്കെ, ആൻഡ് അവരുടെ ടേൺ ഓവർ ഒക്കെ തന്നിട്ടുണ്ട്, 250 CR തന്നിട്ടുണ്ട്. ആസ് ഹി ഈസ് കണ്ടക്ടിങ് ദി ഓഡിറ്റ് ഓഫ് ദ കമ്പനി ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, ഫസ്റ്റ് ടൈം ഓഡിറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഓഡിറ്റ് ആകുമ്പോൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്, ഈ ഓഡിറ്റ് റിസ്ക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ടോപ്പിക് വേണമെങ്കിൽ ഈ ഫസ്റ്റ് ടൈം ഓഡിറ്റ്സിൽ റിലവൻ്റ് ആയിട്ട് വരും. നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു റിസ്ക് വരും എപ്പോഴും പറയാറില്ലേ, ഏത് റിസ്ക്കാണ്? ഡിറ്റക്ഷൻ റിസ്ക്. ഈ സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കാം, ബാക്കി നോക്കാം. As he is conducting the audit of the company for the first time, he started gaining knowledge of the business and its internal controls to identify and assess the ROMM. അപ്പോൾ അവിടെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെൻറ്റ് അസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 315 പ്രകാരം എൻറ്റിറ്റിനെയും എൻവയൺമെൻറ്റിനെയും പഠിക്കാനും നമ്മളുടെ ഓഡിറ്റർ CA ട്രസ്റ്റ്വർത്തി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. In this regard, he has made some enquiries from certain personnel, including the in-house legal counsel, various departmental heads, such as inquiries. As such, inquiries can divulge information that is likely to identify and assess ROMM. Okay, so auditor SA 315 ഭാഗമായിട്ട് എൻറ്റിറ്റിനെയും എൻവയൺമെൻറ്റിനെയും മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ചില റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ട് അല്ലേ. 315 നമുക്ക് ചില റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ട്. ആൻഡ് ദീസ് റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് വിൽ ഹെൽപ്പ് us to identify assess the ROMM through understanding the entity and its environment. Now entity and its environment എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്, ഈ റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെ 315 നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ്. എന്തൊക്കെയാണ് ഈ റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ്? ഇൻക്വയറീസ് ഉണ്ട്, ഇൻസ്പെക്ഷൻ ആൻഡ് ഒബ്സർവേഷൻ, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ഇതിൽ ഈ എൻക്വയറീസ് ആരോടൊക്കെ വേണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. ഇത് 315 പറയുന്നുണ്ട്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻറ്റേർണൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ലീഗൽ കൗൺസിൽ, ഇങ്ങനെ ഒരു 6-7 പേർക്ക് നമ്മൾ ചില എൻക്വയറീസ് നടത്തും എന്ന് 315 നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ മെറ്റീരിയൽ കൈവശമുള്ള ആൾക്കാർ മെറ്റീരിയലത്തെ പേജ് നമ്പർ 315 315 പേജ് നമ്പർ 44, പേജ് നമ്പർ 44 എടുത്തു കഴിഞ്ഞാൽ ഈ റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സിൽ ഭാഗമായിട്ട് ഇൻക്വയറീസ് ആരോടൊക്കെയാണ് ചെയ്യുന്നത് എന്ന ഹെഡിങ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, റിസ്ക് മാനേജേഴ്സ്, IT ഓഫീസേഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാണ് നമ്മളുടെ ഇവിടെ ക്വസ്റ്റിൽ പറയുന്നത്. ദി ഓഡിറ്റർ ഈസ് മേക്കിംഗ് എൻക്വയറീസ് ഫ്രം സർട്ടൻ പേഴ്സണൽ ഇൻക്ലൂഡിംഗ് ദ കമ്പനീസ് ഇൻ ഹൗ ലീഗൽ കൗൺസിൽ ഇല്ലേ. ലീഗൽ കൗൺസിലൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന
ചോദിക്കുന്നതാണ്. ഈ ലീഗൽ കൗൺസിലൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം എന്താ, ഇൻഹെറന്റ് റിസ്ക് ഒക്കെ നമുക്കറിയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ലിറ്റിഗേഷൻസും ക്ലെയിംസ് ഒക്കെ ഉണ്ട് കമ്പനിക്ക് എന്നുണ്ടെങ്കിൽ ഈ ലീഗൽ കൗൺസിലിനോട് ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക എത്രമാത്രം ലിറ്റിഗേഷൻസ് ഉണ്ട്, ഓൺ ഗോയിങ് ഒബ്ലിഗേഷൻസ് ഏതൊക്കെയാണ്, എന്തെങ്കിലും പോസ്റ്റ് സെയിൽ ഒബ്ലിഗേഷൻസ് ഉണ്ടോ. കാരണം ആൻഡ് വൈ ഇസ് ഇറ്റ് റെലവൻറ്റ് ഫോർ ദി ഓഡിറ്റർ, ബിക്കോസ് ഇതൊക്കെ പിന്നീട് ഈ കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന രീതിയിൽ ഡിസ്ക്ലോസ്ഡ് ആകേണ്ടതൊക്കെയാണ്. ഓൾസോ നമ്മുടെ SA 501 പ്രകാരം നമുക്ക് ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിംസിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള ഒരു ആക്ടിവിറ്റി ഒക്കെയാണ് നമ്മുടെ SA 315 കണക്റ്റഡ് ആയിട്ട് ടോപ്പിക്സിൽ വരുന്നത്. ഓക്കെ, നൗ ലെറ്റ് us go forward with the question ബാക്കി വായിക്കാം. The company is also having internal audit department headed by Mr. A. So A ആണ് internal auditor. We have an internal auditor here. Internal auditor പേര് Mr. A എന്നാണ്. ഓക്കെ, ഫൈൻ. And he has inquired, Mr. A, the company is also having internal audit department headed by A. Precisely, he has inquired from following persons to identify ROM due to fraud or error. Mr. A, the head of internal audit department, the legal counsel, IT head. അപ്പോൾ ഈ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ ആൾ, ഇന്റർനൽ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ ആൾ, അതേപോലെ IT സിസ്റ്റം, ഈ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. നോക്കിയേ, IT ഓഫീസേഴ്സ്, ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇന്റർനൽ ഓഡിറ്റേഴ്സ്, ഈ കാണുന്ന ആൾക്കാരോടൊക്കെ SA 315 റിസ്ക് അസസ്മെൻറ്റിലത്തെ ഇൻക്വയറീസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ CA ട്രസ്റ്റ്വർത്തിയും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ലേറ്റർ വെൽ കണ്ടക്ടിംഗ് ദി ഓഡിറ്റ് ഹി ഒബ്സർവ്ഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫ്യൂ കൺട്രോൾസ്. ഓക്കെ, ചില ഇൻറ്റേർണൽ കൺട്രോൾസിൻ്റെ പ്രവർത്തനത്തിനെ ഓഡിറ്റർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഹി ഓൾസോ മെയ്ഡ് എക്സ്റ്റെൻസീവ് എൻക്വയറീസ് ഫ്രം മിഡിൽ ലെവൽ IT പേഴ്സണൽസ് ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ റിസീവ് ഫ്രം എൻക്വയറി ഓഫ് മിസ്റ്റർ ജോൺ ROMM ഇൻ ദ ലിറ്റിഗേഷൻസ് ഇൻവോൾവിംഗ് ദ കമ്പനി. ജോൺ ആരാണ്? ലീഗൽ കൗൺസിൽ. ലീഗൽ കൗൺസിൽ ആരോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ദർ ആർ സം മെറ്റീരിയൽ മിസ്റ്റേക്മെൻറ്റ്സ് ഇൻ ദ ലിറ്റിഗേഷൻസ്. അപ്പോൾ ലെറ്റർ ഓഫ് സ്പെസിഫിക് എൻക്വയറി ചിലപ്പോൾ അയക്കേണ്ടി വരും ഇൻവോൾവിംഗ് ദ കമ്പനി. It was also decided later to issue letter of inquiry to Mr. F, who is the external legal counsel. He has also gone through internal audit reports. Internal audit report ആരുടെയാണ്? Mr. A ആണ് internal auditor, right? So he has also gone through the internal audit reports submitted to management, decided to use the internal auditor to provide direct assistance. SA 610 പറയുന്നൊരു കൺസെപ്റ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ internal auditors-ന്റെ ഫൈൻഡിങ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ internal auditors-നെ തന്നെ നമ്മുടെ എൻഗേജ്മെന്റ് പാർട്ട്ണറിന്റെ ഡയറക്ഷൻ സൂപ്പർവിഷൻ റിവ്യൂവിൽ നമുക്ക് ഡയറക്റ്റ് അസിസ്റ്റൻസ് തരാൻ വേണ്ടിയിട്ട് സ്വീകരിക്കാവുന്ന. And we have decided to use Mr. A in this case. Internal auditors-നെ ഡയറക്റ്റ് അസിസ്റ്റൻസിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. To vouch few expense bills, to trace transaction through information system, to verify the accuracy of trade receivables, to evaluate the appropriateness of management's use of going concern assumption. Okay. അപ്പോൾ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റേഴ്സിൻ്റെ സഹായം ആവശ്യപ്പെടുന്നത്. 4 കാര്യങ്ങളിൽ അതിൽ ആക്ച്വലി ഒരു കാര്യം ഇൻഅപ്രോപ്രിയേറ്റ് ആണ് എന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. മിക്കവാറും അപ്പോൾ ആ ക്വസ്റ്റ്യൻ MCQലും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് നോക്കാം. ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദി ഓഡിറ്റ് ഹി ഹാസ് വെരിഫൈഡ് സം സാമ്പിൾസ്. സോ SA 530 ഏരിയയും ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. സാമ്പിൾസ് ഓഫ് സെയിൽസ് ഇൻവോയ്സസ് വിത്ത് എൻട്രീസ് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സെൻഡ് എക്സ്റ്റേണൽ കൺഫർമേഷൻ. SA 505 വരാൻ ചാൻസ് ഉണ്ട്. There were 100 trade receivables outstanding as on 31st March, and it was decided to send confirmation to 20 trade receivables. Okay, this is our sample. He has chosen 1 trade receivable randomly, and thereafter every 5th balance was chosen. So നമ്മുടെ ഇന്റർവെൽ സാമ്പിളിംഗ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇന്റർവെൽ സാമ്പിളിങ്ങിലാണ് ഇവർ സാമ്പിൾസ് എടുക്കുന്നത്. സാമ്പിൾസിനെയാണ് എക്സ്റ്റേണൽ കൺഫർമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ശരി, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എൻക്വയറീസ് മെയ്ഡ് ബൈ CA ട്രസ്റ്റ്വർത്തി, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? നമ്മുടെ ട്രസ്റ്റ്വർത്തി എന്നുള്ള ഓഡിറ്റർ നടത്തിയിട്ടുള്ള എൻക്വയറീസിൽ 315 പ്രകാരം റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? എൻക്വയറീസ് ഫ്രം ജോൺ ആൻഡ് F ആർ ഇൻ ദ നേച്ചർ ഓഫ് RAP. എൻക്വയറി ഫ്രം A, ജോൺ ആൻഡ് I ആർ ഇൻ ദ നേച്ചർ ഓഫ് സബ്സ്റ്റൻസ്. ഈ IM ജോണും F ഒക്കെ ആരൊക്കെ ഒന്ന് നോക്കിക്കോട്ടെ. I IT സിസ്റ്റം, ജോൺ ലീഗൽ കൗൺസിൽ, A ഇന്റേണൽ ഓഡിറ്റർ. ഓക്കെ, ജോൺ ലീഗൽ കൗൺസിൽ, I IT സിസ്റ്റം ഹെഡ്. ഓക്കെ. സോ ക്വസ്റ്റ്യൻ നോക്കട്ടെ. എൻക്വയറി ഫ്രം ജോൺ നമ്മുടെ ആരായിരുന്നു? ലീഗൽ കൗൺസിൽ. F എവിടുന്നാ വന്നേ? F എന്നൊരാളെ കാണുന്നില്ലല്ലോ. F ആരാടാ? F ഉണ്ടല്ലോ. ഇറ്റ് വാസ് ഓൾസോ ഡിസൈഡ് ടു ലേറ്റർ ടു ഇഷ്യൂ ലെറ്റർ ഓഫ് എൻക്വയറി ടു Mr. F, ലീഗൽ കൗൺസിൽ, എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലായിരുന്നു Mr. F. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയും കൂടി പിക്ചറിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. ശരി, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. എൻക്വയറീസ് ഫ്രം ജോൺ ആൻഡ് F ആർ ഇൻ ദ നേച്ചർ ഓഫ് RAP. എൻക്വയറി ഫ്രം A, ജോൺ ആൻഡ് I ആർ ഇൻ ദ നേച്ചർ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ. I ആണ് ഇന്റേണൽ ഓഡിറ്റർ, ജോൺ ലീഗൽ കൗൺസിൽ, A നമ്മുടെ ആര്? ഇന്റേണൽ ഓഡിറ്റർ. A ഇന്റേണൽ ഓഡിറ്റർ, I IT ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ജോൺ ലീഗൽ കൗൺസിൽ അല്ലേ. എൻക്വയറി ഫ്രം A, ജോൺ ആൻഡ് I ആർ ദ നേച്ചർ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ. സബ്സ്റ്റാൻറ്റീവ് അല്ല, RAPക്ക് ശേഷമല്ലേ സബ്സ്റ്റാൻറ്റീവ്. SA 315 RAPക്ക് ശേഷമല്ലേ SA 330 ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് സംഭവിക്കത്തുള്ളൂ. സോ FAP ആയിട്ടില്ല. എൻക്വയറി ഫ്രം A, ജോൺ ആൻഡ് I ആർ ദ നേച്ചർ ഓഫ് RAP. അത് തന്നെയാണ് ആൻസർ.
എയുടെ കുഴപ്പം എന്താ, എയിലും റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഉള്ള ഒരു വേർഡിങ്സ് ഉണ്ട് ഓപ്ഷൻ എയിൽ. പക്ഷേ അതിൽ എഫ് കയറി വന്നു. എഫ് എന്ന് പറയുന്നത് ആണല്ലോ എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലിനെ. എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലിൻ്റെ അടുത്തൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും അത് ഫർദർ പ്രൊസീജിയേഴ്സിൻ്റെ ഭാഗമായിട്ട് മാറും. നമ്മൾ ഈ ലിസ്റ്റിൽ കാണുന്ന 6 പേര് മാത്രമാണ് ഈ SA 315ത്തെ റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയർ. RIPയുടെ ഭാഗമായിട്ട് നമ്മൾ എൻക്വയറി നടത്തുന്നത് ഈ 6 പേരോടാണ്. ഈ 6 പേരുമായിട്ടുള്ള എൻക്വയറിക്ക് ശേഷം അതിൽ കാണുന്ന ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ബാക്കി ചെയ്യുന്നതെല്ലാം, ഫോർ എക്സാമ്പിൾ നമ്മുടെ ജോൺ വാസ് ദ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, റൈറ്റ്? ജോണിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ചില ലിറ്റിഗേഷൻസിനെ സംബന്ധിക്കുന്ന ഒരു ROM നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ മനസ്സിലാക്കാനായിട്ട് എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലിൻ്റെ അടുത്തൊക്കെ നമ്മൾ ചോദിക്കുന്നു. SA 501 പറയുന്ന കാര്യം അത്. അങ്ങനെ ചെയ്യുന്നതെല്ലാം ഫർദർ ഓഡിറ്റ് പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് മാറും. അത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് മാറും. സോ എൻക്വയറി ഫ്രം ജോൺ ആൻഡ് എഫ് ആർ ദ നേച്ചർ ഓഫ് RIP എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം എഫ് ഒരിക്കലും RIPയിൽ വരുന്ന കാര്യമല്ല. ജോണിൻ്റെ അടുത്ത് ചോദിച്ച കാര്യങ്ങൾ RIPയാണ്. ജോൺ നമ്മുടെ ലീഗൽ കൗൺസിൽ ഡിപ്പാർട്ട്മെൻറ്റ്. ജോൺ ഇസ് ലീഗൽ കൗൺസിൽ ഡിപ്പാർട്ട്മെൻറ്റ്. ജോണിൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യം എന്തായിരുന്നു, നമ്മുടെ RIPയിൽ വരുമായിരുന്നു. എഫ് RIP അല്ല, സബ്സ്റ്റാൻറ്റീവാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ തെറ്റാൻ കാരണം. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയാസ് എ ട്രസ്റ്റ്വർത്തി ഈസ് അൺലൈക്ലി ടു യൂസ് ഇന്റർലോട്ടർ ടു പ്രൊവൈഡ് അഡ്രസ്? ഞാൻ ആ പറഞ്ഞ ഏരിയ, അതായത് ജോൺ അല്ലല്ലോ, എയുടെ സഹായം, ഇന്റർലോട്ടറിന്റെ സഹായം. മിസ്റ്റർ എ ഇസ് ദി ഇന്റർനൽ ഓഡിറ്റർ. എയുടെ സഹായം 4 കാര്യങ്ങൾ, PQRS എന്നുള്ള 4 കാര്യങ്ങളിൽ നമ്മൾ ഓഡിറ്റർ ആവശ്യപ്പെടുന്നുണ്ട്. ഇഫ് യു എക്സ്പെൻസ് ബിൽസ് നോക്കാനും, ട്രേസ് ട്രാൻസാക്ഷൻ ത്രൂ ഇൻഫർമേഷൻ സിസ്റ്റം, വെരിഫൈങ് ദ അക്യൂസീവ് ഏജിംഗ് റിപ്പോർട്ട്, ഇതിനൊക്കെ നമുക്ക് ആരുടെ വർക്ക് യൂസ് ചെയ്യാം? ഇന്റർനൽ ഓഡിറ്റേഴ്സിന്റെ ഡയറക്റ്റ് അസിസ്റ്റൻസ് യൂസ് ചെയ്യാം. പക്ഷേ മാനേജ്മെന്റ് അസംഷൻസ് ഇൻവോൾവ് ആകുന്ന കാര്യങ്ങളും ടു ഇവാലുവേറ്റ് ദി അപ്രോപ്രിയറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ്സ് അസംഷൻസ് ഇനോൾ, അതിൽ നമ്മൾ ഇന്റേണൽ ഓഡിറ്റർമാരുടെ ഡയറക്റ്റ് അസിസ്റ്റൻസ് അല്ല, ഓഡിറ്റർ തന്നെയാണ് നേരിട്ടിട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യേണ്ടത്. അവരുടെ അസിസ്റ്റൻസ് വെച്ചിട്ടല്ല ഇത് ചെയ്യേണ്ടത്. ഏതൊക്കെ ഏരിയാസിലാണ് ഇന്റേണൽ ഓഡിറ്റേഴ്സിൻ്റെ അസിസ്റ്റൻസ് വാങ്ങിക്കുന്നത് ഉചിതമായിട്ടുള്ളത്, ഏതൊക്കെ ഏരിയാസിൽ വാങ്ങിക്കരുത് എന്നൊക്കെ SA 610 നമുക്ക് ഭംഗിയായിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ കൃത്യമായിട്ട് ഈ ഒരു ആസ്പെക്ട് പറയുന്നുണ്ട്. ഐ വിൽ ഷോ യു ദാറ്റ് ഏരിയ. SA 610 ഇസ് ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക്. നമ്മളുടെ ബുക്കിൽ ഇറ്റ് ഈസ് ഇൻ യുവർ പേജ് നമ്പർ 91. SA 610 യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റേണൽ ഓഡിറ്റർ. നമ്മൾ ഇന്റേണൽ ഓഡിറ്ററിൻ്റെ വർക്ക് യൂസ് ചെയ്യുന്ന സമയത്തുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വാട്ട് ആർ അവർ ഒബ്ജക്റ്റീവ്സ്? ഇന്റേണൽ ഓഡിറ്റേഴ്സ് വർക്ക് നമുക്ക് വേണമെങ്കിൽ റിലേ ചെയ്യാം, അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ തന്നെ ഡയറക്റ്റ് അസിസ്റ്റൻസ് യൂസ് ചെയ്യാം. അതൊക്കെ പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ. അതിൽ ഈ ഡയറക്റ്റ് അസിസ്റ്റൻസ് ഏതൊക്കെ സിറ്റുവേഷൻസിൽ പാടില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് സെഡ് ഇൻ യുവർ പേജ് നമ്പർ. ടേക്ക് പേജ് നമ്പർ 94. നമ്മൾ 94 നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ, എക്സ് ഷാൽ നോട്ട് യൂസ് ദ വർക്ക് ഓഫ് ഇന്റർലോട്ടർ ടു പ്രൊവൈഡ് ഡയറക്റ്റ് അസിസ്റ്റൻസ് ടു ഇൻവോൾവ് പ്രൊസീജിയേഴ്സ് ടു പെർഫോം പ്രൊസീജിയേഴ്സ് ദാറ്റ് ഇൻവോൾവ് മേക്കിംഗ് സിഗ്നിഫിക്കൻറ്റ് ജഡ്ജ്മെൻറ്റ്സ് ഇൻ ഏരിയാസ് വെയർ ഹൈ ROM is involved, also റിലേറ്റിംഗ് ടു ഡിസിഷൻ റിഗാർഡിംഗ് ദി IAFൻ്റെ ഇന്റർലോട്ടേഴ്സിൻ്റെ പെർഫോമൻസിനെ റിവ്യൂ ചെയ്യുന്നതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് ഇൻവോൾവ് ആവുന്ന ഏരിയാസ്, അല്ലെങ്കിൽ ഹൈ റിസ്ക് ഇൻവോൾവ് ആവുന്ന ഏരിയാസ്, ഇത്തരം ഏരിയാസ് ഒന്നും നമ്മൾ ഇന്റർലോട്ടേഴ്സിൻ്റെ വർക്ക് ഡയറക്റ്റ് അസിസ്റ്റൻസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊരു സംഭവം നമുക്ക് പഠിക്കേണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയാസ് എ ട്രസ്റ്റ്വർത്തി ഈസ് അൺലൈക്ലി ടു യൂസ് ദ വർക്ക് ഓഫ് ഇന്റർലോട്ടേഴ്സ്? ഈ പറയുന്ന ജോൺ എന്നുള്ള മിസ്റ്റർ എ എന്നുള്ള ഇന്റർലോട്ടേഴ്സിൻ്റെ വർക്ക് നമുക്ക് എക്സ്പെൻസ് ബില്ല് വൗച്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആക്യുറസി ഓഫ് ട്രേഡ് റിസീവേഴ്സ് യൂസ് ചെയ്യാനായിട്ട്, ഒരു ഇൻഫർമേഷൻ ട്രേസ് ചെയ്യാൻ, ട്രാൻസാക്ഷൻസിനെ ട്രേസ് ചെയ്യാനായിട്ട്, ഇതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ S ദി അൺലൈക്ലി തിങ്. നമുക്ക് ചെയ്യാൻ പാടില്ല. ഇൻവോൾവ്സ് എ ഹൈ റിസ്ക് ഏരിയ. മാനേജ്മെൻറ്റിൻ്റെ അസംഷൻസ് എല്ലാം അപ്രോപ്രിയറ്റ് ആണോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അസിസ്റ്റൻസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇന്റർലോട്ടറിൻ്റെ. സോ എന്നുള്ള പോയിന്റ് തെറ്റാണ്. വാട്ട് ഈസ് അൺലൈക്ലി ടു ബി asked, work stated as S. Option B is the answer. With regard to audit evidence obtained during the audit, which of the following statement is incorrect? We have to find out the incorrect statement. Sales invoice and response to enquiries from middle level IT system are examples of internal evidence. Obviously, sales invoice എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനം ചെയ്യുന്ന ആക്ടിവിറ്റി അല്ലേ സെയിൽസ്. നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത്, നമ്മൾ നമ്മുടെ പ്രൊഡക്ട്സ് വിൽക്കുന്ന സമയത്ത് നമ്മളല്ലേ ബില്ല് ക്രിയേറ്റ് ചെയ്യുക. സോ സെയിൽസ് ഇൻവോയ്സും അതിൻ്റെ എൻക്വയറീസ് എല്ലാം തീർച്ചയായിട്ടും ഇന്റേണൽ എവിഡൻസ് തന്നെയാണ്. ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ഫ്രം എൻക്വയറി ഓഫ് മിഡിൽ ലെവൽ IT ഇസ് മോർ റിലയബിൾ ദാൻ ഒബ്സർവേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് യു കൺട്രോൾസ്. അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരിക്കലും ഈ ഒരു ഇന്റേണൽ കൺട്രോളിൻ്റെ ഓപ്പറേഷനെ റിവ്യൂ ചെയ്യാൻ നേരത്ത് ഏറ്റവും
ക്വാളിറ്റി കൂടിയിട്ടുള്ള എവിഡൻസ് കിട്ടുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇഫക്റ്റീവായിട്ട് മെത്തഡാണ് റീപെർഫോമൻസും ഒബ്സർവേഷനൊക്കെ. അതിനേക്കാളും എന്താകാൻ പോകുന്നില്ല എൻക്വയറിക്ക് ഒരിക്കലും ഈ പറയുന്ന എൻക്വയറി അല്ലെങ്കിലും ഒരു സ്റ്റാൻഡ് അലോൺ ബേസിസിൽ ഒരു പെർസ്വേസീവ് എവിഡൻസ് കിട്ടുന്നില്ല. എൻക്വയറി ഇസ് ഡൺ ഇൻ അലോങ് വിത്ത് അതർ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. സോ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ഫ്രം എൻക്വയറി ഇസ് മോർ റിലയബിൾ ദാൻ ഒബ്സർവേഷൻ ഇസ് നോട്ട് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് തന്നെയാണ് എൻ്റെ ആൻസർ. അപ്പോൾ പിന്നെ താഴത്തെ ജസ്റ്റ് എണ്ണം പറഞ്ഞുതരാം, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ 3 ശരിയായിരിക്കുമല്ലോ. റെസ്പോൺസ് ടു എക്സ്റ്റേണൽ കൺഫർമേഷൻ ആർ എക്സാമ്പിൾസ് ഓഫ് എക്സ്റ്റേണൽ എവിഡൻസ്, തീർച്ചയായിട്ടും. ഇന്റർവോട്ട് റിപ്പോർട്ട്സ് ആർ എക്സാമ്പിൾ ഓഫ് ഡോക്യുമെന്റ് എവിഡൻസ്, തീർച്ചയായിട്ടും ബി ആണ് അവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. വൈൽ സെലക്ടിങ് സാമ്പിൾസ് വിച്ച് മെത്തേഡ് ഇസ് യൂസ്, നമ്മൾ കണ്ടായിരുന്നു അല്ലേ. ഒരു റാൻഡം ആയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിന് ശേഷം സ്പെസിഫിക് ഇൻ്റർവെൽസ് നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്ത് പോകുക എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ ഇൻ്റർവെൽ സാമ്പിളിംഗ്, ഓൾസോ കോൾഡ് ആസ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിൻ്റെ മറ്റൊരു പേരാണ് നമ്മുടെ ഇൻ്റർവെൽ സാമ്പിളിംഗ് അല്ലേ. അത് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന സംഭവമാണ്, മറ്റേ ബസ് കളിക്കുന്ന പോലെ 1 2 3 4 ബസ് 6 7 8 9 ബസ്, ആ പരിപാടി. അതേപോലെ സാമ്പിൾസ് എടുക്കുന്നു, ആ ഒരു മെത്തേഡാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. Choose the option showing correct values of population, sampling interval and sample size respectively from description given scenario. Choose the option showing the correct value of the population. ഓക്കെ, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ ടോട്ടൽ എത്രയോ പോപ്പുലേഷനിൽ നിന്നും സാമ്പിൾ എടുത്തു എന്നൊക്കെ, അതാണ് സംഭവം. ദേ 100 ട്രേഡ് റിസീവബിൾസ്. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 100 ആണ്. 100 ട്രേഡ് റിസീവബിൾസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇറ്റ് വാസ് ഡിസൈഡഡ് ടു സെൻഡ് കൺഫർമേഷൻ റിക്വസ്റ്റ് 20. നമ്മുടെ സാമ്പിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് 20 ആണ്. And he had chosen 1 trade receivable balance. Thereafter every 5th balance was chosen. Sample interval, sample എടുക്കുന്നതിൻ്റെ ഇൻ്റർവെൽ, നമ്മൾ ഇൻ്റർവെൽ സാമ്പിളിംഗ് അല്ലേ, ഇൻ്റർവെൽ വാസ് 5. ഓക്കെ, ഇനി ഇത് ഓർത്തുകൊണ്ട് നമുക്ക് താഴെ പോയിട്ട് മാർക്ക് ചെയ്യണം. പോപ്പുലേഷൻ 100, സാമ്പിൾ 20, ഇൻ്റർവെൽ 5. Choose the option showing the correct values of the population. Population was 100, sample interval 5, sample size 20. Option A is the correct answer. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി വളരെ ഐഡൻറ്റിക്കൽ ആയിട്ട് പോകുന്നുണ്ട്. പോപ്പുലേഷൻ 100 ആണ്, 20 എന്നുള്ളത് സാമ്പിൾ ഇൻ്റർവെൽ 5 അല്ലേ, സാമ്പിൾ സൈസ് ആണല്ലോ 20. അപ്പോൾ യെസ്, 100 5 20. ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. ഓക്കെ, യെസ്. നൗ നെക്സ്റ്റ്, അപ്പോൾ ഫസ്റ്റ് കേസ് സ്റ്റഡി ഈസ് ഓവർ. സെക്കൻഡ് കേസ് സ്റ്റഡിയിലോട്ട് നമുക്ക് പോകാം. സി എ മഹാവീർ, a partner of at ANG is conducting the statutory of a branch of Fairbank. Okay, ഒരു ബാങ്ക് ഓഡിറ്റ് ബേസ്ഡ് ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു. A loan of 12 lakh was sanctioned to a farmer. ഒരു ഫാർമർ മറ്റേ കാർഷിക ലോൺ, അഗ്രികൾച്ചർ അഡ്വാൻസ് പോകുന്നുണ്ട്. അഗ്രികൾച്ചർ അഡ്വാൻസ് NP ആകുന്ന എപ്പോഴാണ്? ക്രോപ്പ് സീസൺ കണക്കിലാണ്. എന്താണ് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് ആണെങ്കിൽ, ഓക്കെ, ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് ആണെങ്കിൽ 2 ക്രോപ്പ് സീസൺ, ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് ആണെങ്കിൽ ഒരു ഫുൾ ക്രോപ്പ് സീസൺ ഔട്ട്സ്റ്റാൻഡിംഗ് ആകുമ്പോഴാണ് NP ആക്കി മാറ്റുക. ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിച്ചേക്കുന്നത്? ഏത് എത്ര ക്രോപ്പ് സീസൺ നോക്കാം നമുക്ക്. ലോൺ ഓഫ് 12 lakh വാസ് സാങ്ഷൻഡ് ടു എ ഫാർമർ ഫോർ കൾട്ടിവേഷൻ ഓഫ് ഷുഗർ കെയിൻ ക്രോപ്പ് ദാറ്റ് ടിപ്പിക്കലി ഹാസ് എ ഹാർവെസ്റ്റിംഗ് സൈക്കിൾ ഓഫ് 10 to 12 months. ഇപ്പോൾ 10 to 12 months പറയുമ്പോൾ ഞാൻ പറയില്ലേ, എപ്പോഴും നമ്മൾ മുമ്പത്തെ RTP MTP ഒക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലെ ഈ ജസ്റ്റേഷൻ പീരീഡ് അല്ലെങ്കിൽ ഹാർവെസ്റ്റിംഗ് സൈക്കിൾ 10 to 12 എന്ന് പറയുമ്പോൾ നമുക്ക് ലോവർ ലിമിറ്റ് പിടിക്കാം, 10 പിടിച്ചിരുന്നാൽ മതി. 10 വെച്ച് നോക്കിയോ. സോ 10 months എന്ന് പറയുമ്പോൾ എന്തായാലും 12 മാസത്തിൽ കൂടുതലായാൽ മാത്രമേ ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പായിട്ട് നമുക്കിതിനെ അസ്യൂം ചെയ്യാൻ പറ്റും. ഈ കർഷകൻ നടത്തുന്നത് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പിൻ്റെ കൃഷിയാണ്, അതിന് വേണ്ടിയിട്ടാണ് ലോൺ കൊടുത്തേക്കുന്നത്. അപ്പോൾ 2 ക്രോപ്പ് സീസൺ, അപ്പോൾ ഇവിടെ ക്രോപ്പ് സീസൺ എത്ര എടുക്കുക? 10 മാസം, 10 months തന്നെ നമുക്ക് ഇത് ചെയ്താൽ ക്രോപ്പ് സീസൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഈ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പാണ് ഈ ക്വസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ 2 into ക്രോപ്പ് സീസൺ, 2 into 10, 20 മാസത്തോളം ഔട്ട്സ്റ്റാൻഡിങ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ഈ പറയുന്ന NPA ക്ലാസിഫിക്കേഷനോട് പോകേണ്ട ആവശ്യമുള്ളൂ. ദർ ആർ നോ ട്രാൻസാക്ഷൻസ് സിൻസ് ലാസ്റ്റ് 120 days. 120 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മാസമല്ലേ ആയിട്ടുള്ളൂ. ഒരു മാസത്തിൽ അപ്രോക്സിമേറ്റ്ലി 30 ദിവസം വെച്ചിട്ട് 120 എന്ന് പറയുമ്പോൾ 30 60 90 120. ഇപ്പോൾ 4 മാസമേ ആയിട്ടുള്ളൂ. 4 മാസം കൊണ്ടൊന്നും എന്താവാൻ പോകുന്നില്ല, NP ആകാൻ വേണ്ടി പോകുന്നില്ല. ദ ബ്രാഞ്ച് കണ്ടിന്യൂ ടു ക്ലാസിഫൈ ദ ലോൺ ആസ് എ സ്റ്റാൻഡേർഡ് സെറ്റ്. കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ദ ബ്രാഞ്ച് ആസ്, ഇത് റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ് ആക്ച്വലി. ഇത് ഒരുപാട് തവണ നമ്മൾ ക്ലാസ്സിലും മുന്നത്തെ RTP MTP സ്ഥിരം വരുന്ന ഒരു സംഭവമാണ്. ഈ അഗ്രികൾച്ചർ ലോൺസിൻ്റെ ക്വസ്റ്റൻ വരുമ്പോൾ ഒരു ടിപ്പിക്കൽ ഫാഷൻ ക്വസ്റ്റൻ ആണിത്. NPA ലൈക്ക് ഒരു എപ്പോഴും ബാങ്ക് ഓഡിറ്റിൽ നമ്മൾ ഒരു ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുന്ന, സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന IC ഫേവറേറ്റ് ടോപ്പിക്കാണ് ഈ NPA ടോപ്പിക് സീരീസ് ഒക്കെ. ദ ബ്രാഞ്ച് ഹാഡ് ടേക്കൺ ഓവർ ഇപ്പോൾ അഗ്രികൾച്ചർ അഡ്വാൻസ് മാത്രമല്ല, നമ്മുടെ ഈ ഡ്രോയിങ് പവർ കമ്പ്യൂട്ടേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതേപോലെ ക്യാഷ് ക്രെഡിറ്റ് ഓർഡർ ഫെസിലിറ്റിയിൽ ഔട്ട് ഓഫ് ഓർഡർ ആകുന്ന എപ്പോഴാണ് ആ ഒരു ടോപ്പിക്ക്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ക്രിയേഷൻ, അങ്ങനെ സ്ഥിരമായിട്ട് ഓഡിറ്റ് ഓഫ് ബാങ്ക്സിൽ ചോദിക്കുന്ന ഒരു
ടിപ്പിക്കൽ ഏരിയാസിലത്തെ ഒരു ക്വസ്റ്റൻ ആയിട്ടാണ് തോന്നുന്നത്. ബ്രാഞ്ചസ് ടേക്ക് ഓവർ ടേം ലോൺ ഓഫ് 60 lakh ഫ്രം അനദർ ബാങ്ക്. ടേക്ക് ഓവർ ഫിനാൻസ് എടുത്തിട്ടുണ്ട്. ടേക്ക് ഓവർ ഫിനാൻസ് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടേക്ക് ഓവർ ഫിനാൻസ് എടുക്കുന്ന സമയത്ത് കൺസേൺഡ് അതോറിറ്റീസ്, സോണൽ ഓഫീസിലും ഹെഡ് ഓഫീസിലും എടുക്കുന്ന കൺസേൺഡ് അതോറിറ്റീസിനെയും അല്ലെങ്കിൽ അതേപോലെ മാനുവൽ ഓഫ് ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് എന്നൊക്കെ ഉണ്ട്. ആ മാനുവലൊക്കെ പറയുന്നത് പോലെ വേണം എന്ത് ചെയ്യാനായിട്ട് ടേക്ക് ഓവർ ഫിനാൻസിൻ്റെയൊക്കെ ഡിസിഷൻസ് എടുക്കാനും അപ്രൂവ് ചെയ്യാനും. അതല്ലാണ്ട് ഈ കൺസേൺഡ് അതോറിറ്റിയുടെ അപ്രൂവൽ വാങ്ങിക്കാതെ ടേക്ക് ഓവർ ഫിനാൻസ് ഒന്നും സാങ്ഷൻ ചെയ്യാൻ പാടില്ല. The branch manager has approved the proposal even though such limits require sanction by the zonal committee as per the manual of delegation powers. So yes, again, അപ്പോൾ ഇത് റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ്. നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള സെയിം ടൈപ്പ് ക്വസ്റ്റൻ ആണ്. മാനുവൽ ഓഫ് ഡെലിഗേഷൻ ഓഫ് പവേഴ്സിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിപരീതമായിട്ട് ബ്രാഞ്ച് മാനേജർ സ്വന്തം ഇഷ്ടപ്രകാരം തന്നിഷ്ടപ്രകാരം എന്ത് ചെയ്യുന്നു, ഈ ടേക്ക് ഓവർ ഫിനാൻസ് ഒക്കെ ചെയ്യും. ടേക്ക് ഓവർ ഫിനാൻസ് വെച്ചാൽ എന്താണ്, ഒരു കസ്റ്റമർ മറ്റേതോ ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള ലോണും ബാധ്യതയും വേറൊരു ബാങ്ക് ഏറ്റെടുക്കുന്നു ആ പരിപാടി. ഇറ്റ് ഈസ് നോട്ടീസ് ദാറ്റ് ഹെഡ് ഓഫീസ് ഓഫ് എ ബാങ്ക് ഹാസ് ഫ്ലാഗ്ഡ് എ സേവിങ്സ് അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ഇൻ ദ ബ്രാഞ്ച് ഇൻ വിച്ച് ഇൻട്രസ്റ്റ് വാസ് wrongly paid at a higher rate. അപ്പോൾ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. Now situation has been rectified by debiting the excess interest paid. Since there was little balance in the savings account, a debit balance of 1.35 lakh was created in the said saving account due to the above reversal. അപ്പോൾ ഇത് ആക്ച്വലി റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ്. നമുക്ക് മുമ്പ് എവിടെ ചെയ്തിട്ടുണ്ട് സംഭവം. നമ്മുടെ ബാങ്ക് ഓഡിറ്റിൻ്റെ MCQ ബുക്ക്ലെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തും ഈ സെയിം ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി പറ്റും. അതായത് റോങ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഒരു കസ്റ്റമറിന് വന്നു, ആ കസ്റ്റമർ ആ പൈസ ഫുൾ പുട്ടടിച്ചു. ബാങ്ക് റോങ് ക്രെഡിറ്റ് പോയി എന്ന് മനസ്സിലാക്കി ഡെബിറ്റ് ചെയ്ത് റിവേഴ്സൽ ചെയ്തപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എന്ത് സംഭവിച്ചു, ആ സേവിങ്സ് അക്കൗണ്ട് നെഗറ്റീവിലോട്ട് പോയി. സേവിങ്സ് അക്കൗണ്ട് സാധാരണ നെഗറ്റീവിലോട്ട് പോകാറില്ലല്ലോ അല്ലേ, ഉള്ള പൈസയല്ലേ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാവുള്ളൂ. ഇയാളുടെ അക്കൗണ്ടിലോട്ട് അർഹതയില്ലാത്ത കുറച്ച് പൈസ വന്നു, ബാങ്ക് അത് റിവേഴ്സ് ചെയ്തു. പക്ഷേ ആ റിവേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് അത്രയും അമൗണ്ടിന് ഡെബിറ്റ് റിവേഴ്സൽ കൊടുക്കുന്നതിന് മുമ്പ് വാട്ട് ഹാപ്പൻ വാസ്, അതിൽ വന്ന എക്സസ് പൈസ ഇയാൾ പുട്ടടിച്ച് തീർത്തിരുന്നു. അപ്പോൾ ഈ റിവേഴ്സൽ കാരണം സേവിങ്സ് അക്കൗണ്ടിൽ ബാങ്ക് ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും എമൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല അക്കൗണ്ടിൽ, അയാൾ വലിച്ചുകൊണ്ട് പോയല്ലോ. അപ്പോൾ അക്കൗണ്ട് നെഗറ്റീവിലോട്ട് പോയി. ബേസിക്കലി ലൈക്ക് ഹി ടേക്കിംഗ് എ ലോൺ, ആ ലോൺ എടുത്തതിന് തുല്യമായി. ആൻഡ് ഹി ഹാസ് നോട്ട് ടേൺഡ് അപ്പ് ഫോർ പേയ്മെന്റ് സിൻസ് ദ മാറ്റർ വാസ് ഇൻഫോംഡ് അബൌട്ട് 6 months ago. 6 മാസമായിട്ടും ഇപ്പോൾ 90 days കഴിഞ്ഞു. 3 മാസം കഴിയുമ്പോൾ തന്നെ 90 days ആയല്ലോ. നേരത്തെ അഗ്രികൾച്ചർ ലോൺസിൽ 4 മാസം എന്ന് പറയുമ്പോൾ 120 ദിവസമാണ്, 90 കഴിഞ്ഞു. അതുകൊണ്ട് കുഴപ്പമില്ല, കാരണം അഗ്രികൾച്ചർ ലോണിന് മാത്രമാണ് ഈ 2 ക്രോപ്പ് സീസണൊക്കെ കിട്ടുക. അതല്ലാത്ത സാധാരണ ലോൺസൊക്കെ എന്താണ് 90 days മതി. 90 days അഥവാ 3 മാസം കഴിഞ്ഞാൽ തന്നെ NP ആയിട്ട് മാറും. ഇവിടെ 6 മാസമായിട്ട് അവൻ മുങ്ങി നടക്കുവാണ്. സോ എളുതായിട്ട് മാറി, NP ആയിട്ട് മാറി. Due to time constraints, CA Mahavir is under pressure to issue an unmodified audit report. He has insufficient time to properly perform or complete the relevant duties and issue appropriate audit report. Due to time constraints, CA Mahavir is under pressure to issue an unmodified audit report. അങ്ങനെ പാടില്ല, ഇത് പ്രൊഫഷണൽ കോമ്പറ്റൻസിൻ്റെ ഒരു അഭാവമാണ് കാണുന്നത്. ബിക്കോസ് നമ്മൾ SA 200 ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് പഠിക്കുന്ന സമയത്ത് ഇൻഹെറന്റ് ലിമിറ്റേഷൻസിൽ ടൈം ആൻഡ് കോസ്റ്റ് കൺസ്ട്രെയിൻസിൻ്റെ താഴെ നോട്ടായിട്ട് പറയുന്നുണ്ട്, ദ മാറ്റർ ഓഫ് ടൈം കൺസ്ട്രെയിൻസ് ഷുഡ് നോട്ട് ബി എക്സ്ക്യൂസ് ഫോർ ദി ഓഡിറ്റ് ടു ഒമിറ്റ് ഓഡിറ്റ് പ്രൊസീജിയർ ഫോർ വിച്ച് ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ് എന്നൊക്കെ. അപ്പോൾ ഇവിടെ എത്ര ടൈം റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും അതിനാണല്ലോ SA 300 നമ്മൾ ഓഡിറ്റ് പ്ലാനിങ് പഠിക്കുന്നത്, പ്ലാനിങ് ഓഡിറ്റ് ഓഫ് എഫേഴ്സ്. സോ വർക്ക് എത്ര ടൈം റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും പെർസ്വേസീവ് ആയിട്ടുള്ള എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഓഡിറ്റർ ചെയ്യുക തന്നെ വേണം. പെർസ്വേസീവ് എവിഡൻസ് വാങ്ങിക്കുക എന്നുള്ള ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. അല്ലാണ്ട് നമുക്ക് റീസണബിൾ അഷുറൻസ് കിട്ടാനും കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ടൈം ആൻഡ് കോസ്റ്റ് കൺസ്ട്രെയിൻസ് ഷുഡ് നോട്ട് ബി എൻ എക്സ്ക്യൂസ് ഫോർ ദി ഓഡിറ്റർ ടു ഒമിറ്റ് ആൻ ഓഡിറ്റ് പ്രൊസീജിയർ, എസ്പെഷ്യലി വേർ ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയേഴ്സ് ഓൾസോ അവൈലബിൾ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, മഹാവീർ ടൈം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഒമിറ്റ് ചെയ്തിട്ട് വെറുതെ കയറി ഒന്നും ചെക്ക് ചെയ്യാൻ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുത്തു എന്ന് പറയും. ദാറ്റ്സ് എ റോങ് തിങ്. നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റിഗാർഡിംഗ് ദ ഷുഗർ കെയിൻ ലോൺ. ആ അഗ്രികൾച്ചർ ലോണിൽ ബാങ്ക് ചെയ്തത് കറക്റ്റാണെന്നില്ല നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ദി അക്കൗണ്ട് ഇസ് ഓവർ ഡ്യൂ ബിയോണ്ട് 90 days ആൻഡ് മസ്റ്റ് ബി ക്ലാസിഫൈഡ് ആസ് സബ്സ്റ്റാൻഡേർഡ്. അതൊന്നും വേണ്ട ആവശ്യമില്ല. ലോൺ മസ്റ്റ് ബി ജസ്റ്റ് NPA അല്ല. സിൻസ് ദ ക്രോപ്പ് സൈക്കിൾ എക്സീഡ്സ് 6 months, the account can still be standard despite no transaction for 1 to 2 days. Option C is the answer. അത് സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. റിഗാർഡിംഗ് ടേക്ക് ഓവർ ലോൺ, മാനേജ്മെൻറ്റ് അവിടെ തെറ്റ് കാണിച്ചിട്ടുണ്ട്. ഡെലിഗേഷൻ, മാനുവൽ ഓഫ് ഡെലിഗേഷൻ പവേഴ്സിൽ പറയുന്നത് വിപരീതമായിട്ട് അവർ പ്രവർത്തിച്ചില്ലേ. സോ ഇറ്റ് ഈസ് എ റുട്ടീൻ മാറ്റർ. ഇറ്റ് റിഫ്ലെക്ട്സ് ബ്രീച്ച് ഓഫ് സാങ്ഷനിങ് അതോറിറ്റി ആൻഡ് ഷുഡ് ബി റിപ്പോർട്ടഡ്. അതൊരു ഫെയിലിയർ ഫ്രം ദ പാർട്ട് ഓഫ് ദ ബാങ്ക്സ് മാനേജ്മെൻ്റ് ആണ്. ആസ് റിഗാർഡ്സ് ഡെബിറ്റ് ബാലൻസ് ഓഫ് 1.35 lakh ഇൻ സേവിങ്സ് അക്കൗണ്ട്, മറ്റേ ഡെബിറ്റ് വന്ന സമയത്ത് അക്കൗണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കേസ്, അതിൽ എന്ത് സംഭവിച്ചു, NP ആവേണ്ട സമയമായി. കാരണം 90 days കഴിഞ്ഞു, 6 മാസമായിട്ടുള്ള മുങ്ങി നിൽക്കുമല്ലേ. ദ സിറ്റുവേഷൻ ഡസ് നോട്ട് അട്രാക്ട് ബാങ്ക് കനോട്ട് ഡിമാൻഡ് ആക്സസ്. ഡെബിറ്റ് ബാലൻസ് ഷുഡ് ബി ക്ലാസിഫൈഡ് ആസ് NPA. ഓപ്ഷൻ A is the answer. Which fundamental principle governing ethics is disregarded? പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആണ് കോംപ്രമൈസ്ഡ് ആയിരുന്നത്. വൈ? ബിക്കോസ് സമയമില്ലാന്ന് വേണ്ടിയിട്ട് ഓഡിറ്റ് ഒപ്പീനിയൻ തെറ്റായിട്ട് കൊടുത്തു. ഓക്കെ,
Now coming to case study number 3, മൂന്നാമത്തെ case study. Arya Limited is a company engaged in the manufacture of stainless steel household items such as hot pots, etc. The company is having its corporate office in Delhi. To meet the growing demand, Arya Limited planned to expand its manufacturing by setting up 2 new plants in Raipur district and also raise 5 CR by issuing equity shares of face value. Okay, അപ്പോൾ ഇത് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസിൻ്റെ ക്വസ്റ്റ്യൻസ് അട്രാക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഇക്വിറ്റി ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ, യെസ്. അപ്പോൾ എപ്പോഴും പറയുന്ന കാര്യം, ഓഡിറ്റിംഗ് എക്സാമിന് നല്ല മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോ ടോപ്പിക്സ് അതേപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സ്ട്രോങ് ആക്കിയേ പറ്റും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ AS26, AS10, AS2 നല്ലപോലെ സ്ട്രോങ് ആക്കണം. 2, 10, 26 അസറ്റ്സ് ആണ് ഇതെല്ലാം. ഒന്നുകിൽ ടാഞ്ചിബിൾ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ. ഇതാണ് മെയിനായിട്ട് ഏറ്റവും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട സ്റ്റാൻഡേർഡ്സ്. ഇനി ലോയിലാണെങ്കിൽ സെക്ഷൻ 52, 53, 54 റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ അങ്ങനത്തെ സെക്ഷൻസും നന്നായിട്ട് പഠിക്കേണ്ടതാണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. Okay, now the company has reserves and surplus of 2 CR. Okay, issue share capital of face value 10 at a premium of 5. Reserves and surplus 2 കോടി ഉണ്ട്. An article assistant was asked to perform analytical procedures on raw material inventory for obtaining audit evidence with respect to oral reasons. Analytical procedures on raw materials for obtaining evidence with respect to oral results of purchase quantity and the price of inventory. അപ്പോൾ നമുക്കിത് ഉണ്ടല്ലോ, ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് എന്നുള്ള ചാപ്റ്റർ പഠിക്കാത്ത കുട്ടിക്ക് ഈ ഒരു പോയിന്റ് കാണുന്ന സമയത്ത് SA 520 മനസ്സിൽ വരാം. അനാലിറ്റിക്കൽ പ്രൊസീജിയർ എന്നുള്ള വാക്ക് കാണുന്നുണ്ട്. ഓൺ റോ മെറ്റീരിയൽ ഇൻവെൻട്രി, അപ്പോൾ റോ മെറ്റീരിയലും ഇൻവെൻട്രി എന്നൊക്കെ പറയുമ്പോൾ SA 501 മനസ്സിലോട്ട് വരാം. പക്ഷേ ഇത് രണ്ടുമല്ല. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൽ ഇൻവെൻട്രി ഈസ് വൺ ഓഫ് ദി ഐറ്റംസ്. ആയിട്ട് ആകെ 15 ഐറ്റംസ് പഠിക്കാറുള്ളൂ. അതിൽ ഇൻവെൻട്രീനെ സംബന്ധിക്കുന്ന സ്പെസിഫിക് പോയിന്റ്സിൻ്റെ ആ ഒരു ഏരിയയിൽ ലാസ്റ്റിൽ പറയുന്നുണ്ട്. പർച്ചേസ് ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ്. ഓക്കെ, റോ മെറ്റീരിയൽസിനെ സംബന്ധിച്ചിട്ട് എന്തൊക്കെയാണ് എന്ന് ഒരു ടോപ്പിക്ക് നമ്മൾ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് എന്നുള്ള ചാപ്റ്ററിൽ ഞാൻ ഇൻവെൻട്രി എന്ന് എടുത്തോട്ടെ. ഇറ്റ് ഈസ് ദെയർ ഇൻ യുവർ പേജ് നമ്പർ. ഇൻവെൻട്രി സ്റ്റാർട്ട്സ് ഇൻ പേജ് നമ്പർ 177. പേജ് നമ്പർ 177 ഏറ്റവും എൻഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇൻവെൻട്രിയുടെ ഓരോ ഐറ്റംസ് ആയിട്ട് വാലുവേഷൻ അസേഷൻ്റെ അവിടെ പേജ് നമ്പർ 178 റോ മെറ്റീരിയൽസിനെ സംബന്ധിച്ചിട്ട് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അതേപോലെ വർക്ക് ഇൻ പ്രോഗ്രസിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. ഇതൊരു പോസിബിൾ എക്സാം ക്വസ്റ്റ്യൻ നമ്മുടെ നമ്മൾ ക്ലാസ്സിൽ പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, സോ യെസ്, അത് നോക്കുക. അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആവാനാണ് ചാൻസ്. അതാണ് ഇവിടെ വന്നിരിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ശരി, ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഷീ കളക്ടഡ് ദ റിപ്പോർട്ട്സ് ഓൺ ദ മാനേജ്മെന്റ് ഫോർ റോ മെറ്റീരിയൽസ് ആസ് എ പെർസെൻറ്റേജ്. അപ്പോൾ സ്റ്റോക്ക് കോമ്പോസിഷൻ അനാലിസിസ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഷീ കളക്ടഡ് ദ റിപ്പോർട്ട്സ് ഫ്രം ദ മാനേജ്മെന്റ് ഫോർ raw materials as a percentage of total stock and compare the same with the data of the previous year. She also discussed the reasons for the variations with the management. Okay, അപ്പോൾ ടോട്ടൽ ഇൻവെൻട്രിയിൽ എത്രയാണ് നമ്മളുടെ റോ മെറ്റീരിയൽസിൻ്റെ പെർസെൻറ്റേജ് ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് കോമ്പോസിഷൻ അനാലിസിസ് എന്നൊക്കെ വിളിക്കുക. സ്റ്റോക്ക് കോമ്പോസിഷൻ അനാലിസിസ് നമ്മളുടെ ഓഡിറ്റർ ചെയ്യുന്നുണ്ട്. എത്രമാത്രം റോ മെറ്റീരിയൽസ് കൺസംഷൻ സംഭവിച്ചിട്ടുണ്ട് ഓവർ ദി ഇയേഴ്സ്, അതാണ് സ്റ്റോക്ക് കൺസംഷൻ അനാലിസിസ്. ഇത് നമ്മളുടെ SA 520 ഏറ്റവും ബാക്കിൽ നമ്മൾ ഞാൻ ക്ലാസ്സിൽ തന്നിട്ടുള്ള സംഭവമാണ്. അത് അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിൽ വരുന്ന ടോപ്പിക്കാണല്ലോ ഈ റേഷ്യോസിൻ്റെ അകത്ത് വരുന്ന സ്പെസിഫിക്കലി ഇൻവെൻട്രി സംബന്ധിക്കുന്ന റേഷ്യോ അനാലിസിസുകളിൽ വരുന്ന ഒരു 2 സബ് ഡിവിഷൻസാണ് ഈ പറയുന്ന നോക്കിയേ. As part of ratio analysis, we can also make further evaluations such as stock composition and stock consumption എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2 ടോപ്പിക്ക് SA 520 എൻഡ് പോർഷനിൽ നമ്മൾ പറയുന്നുണ്ട്. എനിവേസ്, അതൊക്കെ ഇവിടെ ഓഡിറ്റർ ചെയ്യുന്നതായിട്ട് ക്വസ്റ്റ്യൻസിൽ കാണാൻ പറ്റുന്നുണ്ട്. Shobit, a paid CA, was assigned the physical verification of inventory. Okay, Shobit was present at the inventory counting. നല്ലത്. But did not record the dates or test counts, although he took some photos were taken. എന്തോ അയാൾ ഓഡിറ്റർ മറ്റേ ഫിസിക്കൽ കൗണ്ടിങ്ങിന് ഇൻവെൻട്രി കൗണ്ടിങ്ങിന് നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷേ അവിടെ പോയിട്ട് എന്ത് ചെയ്തില്ല, പ്രോപ്പറായിട്ട് റെക്കോർഡ് മറ്റേ ഡേറ്റ് ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല, ടെസ്റ്റ് കൗണ്ടിങ് ഒന്നും നടത്തിയിട്ടില്ല. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് സെൽഫി എടുത്തിട്ട് വന്നു. അതൊന്നും ചെയ്താൽ പോരാ. നമ്മളുടെ SA 501 ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. SA 501 അകത്ത് ഈ
ഇൻവെൻട്രി, വാട്ട് ഇസ് SF-01 ഓഡിറ്റ് എവിഡൻസ് ഹൈഫൺ സ്പെസിഫിക് കൺസിഡറേഷൻസ് ഫോർ സെലക്ടഡ് ഐറ്റംസ്. ആ സെലക്ടഡ് ഐറ്റത്തിൽ ഫസ്റ്റ് ഐറ്റം തന്നെ എന്താണ്? ഇൻവെൻട്രി ആണ്. ആസ് എൻ ഓഡിറ്റ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? വി ഹാവ് ദിസ് ഒബ്ജക്റ്റീവ് ടു ഒബ്റ്റെയിൻ സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് റിഗാർഡിംഗ് ദ എക്സിസ്റ്റൻസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ഇൻവെൻട്രി എന്ന് പറയുന്നുണ്ടല്ലോ. ഈ എക്സിസ്റ്റൻസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ഇൻവെൻട്രി മനസ്സിലാക്കാനായിട്ട് ഒരു സെക്കൻഡ്, എക്സിസ്റ്റൻസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ഇൻവെൻട്രി മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഏറ്റവും ചെയ്യേണ്ട നമുക്ക് നമ്പർ വൺ തിങ് വി കുഡ് ഡു ഇസ് വി ക്യാൻ ഓഡിറ്റർ ക്യാൻ ഒബ്സർവ് ദ ഇൻവെൻട്രി കൗണ്ടിങ്, ബി ദ ഫിസിക്കലി പ്രസന്റ് അറ്റ് ദ ഇൻവെൻട്രി കൗണ്ടിങ് പ്രോസസ്. ആ ഇൻവെൻട്രി കൗണ്ടിങ് പ്രോസസ് നോക്കുന്ന സമയത്ത് ചെയ്യാനുള്ള while attending the inventory counting process we shall do the following things. We shall evaluate the management's instructions, we shall see observe the management's count procedure, inspect the inventory records, perform test counting. അപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള ടെസ്റ്റ് കൗണ്ടിങ്ങും അതേപോലെ ഒബ്സർവേഷൻ ഓഫ് ദ മാനേജ്മെന്റ് കൗണ്ട് പ്രൊസീജിയറും ഇൻസ്പെക്ടിങ് ദ ഇൻവെന്ററി റെക്കോർഡ്സ് ഒക്കെ നോക്കേണ്ട കാര്യങ്ങളാണ്. ഓഡിറ്റ് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ SF-501 റിക്വയർമെന്റ്സിന്റെ ഫെയിലിയർ അവിടെ സംഭവിക്കും. ഷോബിറ്റ് is actually having a failure in SF-501 it seems. Audit documentation gaps were also observed regarding basis of materiality, RP transactions etc. which were discovered in the audit but not adequately documented. ഓക്കെ, അപ്പോൾ SA-230 കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ബേസ്ഡ് ഓൺ ദിസ് കേസ് സ്റ്റഡി ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദ യൂസ് ഓഫ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് അണ്ടർ സെക്ഷൻ 52 ഓഫ് ദ കമ്പനീസ് ആക്ട്? ഓക്കെ, അപ്പോൾ യെസ്, ലൈക്ക് ഐ സെഡ് നമ്മുടെ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൽ പറയുന്ന ടോപ്പിക്കാണ് എന്ത്, ഈ ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ട്രേഡ് റിസീവബിൾസ്, ട്രേഡ് പേബിൾസ്, സെയിൽസ്, പർച്ചേസ്, PPE, ഇൻടാഞ്ചിബിൾസ്, ഒരു 15 ഐറ്റംസ് ഉണ്ട് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റത്തിൽ. ആ 15 ഐറ്റത്തിൽ ഈ ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് ഈ കമ്പനി ലോ എന്നുള്ള ഏരിയാസ് നിങ്ങൾക്ക് ആവശ്യം വരുന്നത്. പ്രോപ്പർ സെക്ഷൻ 52, 53 ഈ ഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയം, മറ്റ് ഡിസ്കൗണ്ടിലെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഈ ബൈബാക്കിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം പ്രോപ്പർ ലോ ടോപ്പിക്കാണ്. അപ്പോൾ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിട്ട് അത് നല്ല കാര്യമാണ്. കാരണം ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഗ്രൂപ്പ് എക്സാം എല്ലാം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഈ ഗ്രൂപ്പ് 2 ഓഡിറ്റിങ്ങിലോട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് അവർക്ക് എന്താ ഇത് ഓർമ്മയുണ്ടാവും, ക്ലാസ്സിൽ എക്സാം എഴുതുന്ന സമയത്തും വലിയ സീൻ ഉണ്ടാകത്തില്ല. പക്ഷേ ലോ സ്കിപ്പ് ചെയ്തിട്ട് ഈ ടോപ്പിക്കൊന്നും പഠിക്കാതെ നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് എഴുതുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഷെയർ ക്യാപിറ്റലിലെ ചാപ്റ്റർ പഠിച്ചിരിക്കണം. കാരണം ഷെയർ ക്യാപിറ്റലിലെ ചാപ്റ്റർ ലോയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ഓഡിറ്റിങ്ങിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി മുമ്പ് നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞു, ഓക്കെ, ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായിട്ടുള്ള ഒരാളാണ്, ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിന് വേണ്ടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പഴയ പാസ്സായിട്ടുള്ള ഫസ്റ്റ് ഗ്രൂപ്പിലത്തെ ലോയിലത്തെ ഈ ഷെയർ ക്യാപിറ്റലിൻ്റെ റിസർവ്സിൻ്റെയൊക്കെ ടോപ്പിക് സെക്ഷൻ 52, 53, 54, പിന്നെ മറ്റേ ബൈബാക്കിൻ്റെയും റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലൊക്കെ സെക്ഷൻസ്, ബൈബാക്കിൻ്റെയൊക്കെ ഷെയർസ് നോക്കിയിട്ട് ആണ് ഓഡിറ്റിങ്ങിന് പോകേണ്ടത്. അത് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിനെ സംബന്ധിച്ചിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇഷ്യൂ ഷെയർസിൻ്റെ പ്രീമിയത്തിനെ സംബന്ധിച്ചിട്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. വേറെ കമ്പനി ഇഷ്യൂസ് ഷെയർസിൻ്റെ പ്രീമിയം for cash, otherwise sum equal to aggregate amount of the premium received shall be transferred to securities premium account. Correct statement. Securities premium account can be applied by the company in paying up unissued equity shares of the company to be issued as fully paid bonus shares. The securities premium cannot be applied by the company in writing off the expenses on any issue of equity shares of the company. The securities premium account can be used by the company for the purchase of its own shares of securities under section 60. We have to identify the incorrect statement, right? Incorrect statement ആണ് ചോദിക്കേണ്ടത്. അപ്പോൾ the answer is ഇതെല്ലാം ശരിയായിട്ട് പെട്ടെന്ന് തോന്നിയല്ലോ. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലോട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും, ഫുള്ളി പെയ്ഡ് ഇഷ്യൂ ഷെയർസ് ചെയ്യാൻ വേണ്ടി പറ്റും, ക്യാൻ ബി അപ്ലൈഡ്. സെക്യൂരിറ്റീസ് പ്രീമിയം ഓക്കെ, ഹിയർ ഇസ് ദി ആൻസർ, ഹിയർ ഇസ് ദ ക്യാച്ച്. കനോട്ട് ബി അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. കനോട്ട് ബി അപ്ലൈഡ് ബൈ ദ കമ്പനി റൈറ്റിംഗ് ഓഫ് ദി എക്സ്പെൻസ്. ക്യാൻ ബി അപ്ലൈഡ് ആണ്. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റോങ് ആൻസർ. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. അപ്പോൾ ABCD അത് സെക്ഷൻ 52 പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരും. എയും ബിയും സിയും ഡി ഒക്കെ പ്രോപ്പറായിട്ട് സെക്ഷൻ 52 സെക്യൂരിറ്റീസ് പ്രീമിയത്തിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പഠിക്കുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ സി എന്ത് തെറ്റാൻ കാരണം, സി ഇസ് ദ ഇൻകറക്റ്റ് ആൻസർ ബിക്കോസ് കനോട്ട് ബി അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ, ക്യാൻ ബി അപ്ലൈഡ് ആണല്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് നോട്ട് ബി പാർട്ട് ഓഫ് ദി ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ? ഓക്കെ, 4 കാര്യങ്ങൾ താഴെ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഷുഡ് നോട്ട് ബി എ പാർട്ട് ഓഫ് ദി ഡോക്യുമെന്റേഷൻ ഫോർ RP ട്രാൻസാക്ഷൻ. RP ട്രാൻസാക്ഷൻസിന് ഡോക്യുമെന്റേഷൻ്റെ ഭാഗമാകേണ്ടതില്ലാത്തത് ഇതിലെന്താണ്? Which of the following should not be part of the audit documentation for RP transaction? Management representation letter, RP transaction policy, documentations to show that such transactions are at ALP, documentation to show that such transactions are at close length basis. Documentation to show that such transactions are at close length basis എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ.
ആംസ് ലെങ്ത് ബേസിസിൽ അല്ലാത്തതാണ് ക്ലോസ് ലെങ്ത് ബേസിസ്. Documentation to show that such transactions are at arm's length basis. See, what is arm's length price എന്ന് വെച്ചാൽ ALP, arm's length price എന്നൊക്കെ പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ റേറ്റ്, നോർമൽ ബയർ സെല്ലർ തമ്മിലുള്ള ട്രാൻസാക്ഷനാണ് നമ്മൾ അറ്റ് ആംസ് ലെങ്ത് പ്രൈസ് അല്ലെങ്കിൽ ആംസ് ലെങ്ത് ബേസിസ് എന്ന് പറയുക. RP ട്രാൻസാക്ഷൻ പ്രശ്നം എന്താണ്? അത് ഇൻഹെറൻ്റ്ലി ALP ആവാൻ ചാൻസ് ഇല്ല. അത് ഇൻഹെറൻ്റ്ലി ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്, ഇൻഡിപെൻഡൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഈ RPകൾ. സോ ക്ലോസ് ലെങ്ത് ബേസിസിലായിരിക്കും RP ട്രാൻസാക്ഷൻ അല്ലെങ്കിലും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ പറയുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് നോട്ട് ബി പാർട്ട് ഓഫ് ദി ഓർഡർ ഓപ്പറേഷൻ ഫോർ RP ട്രാൻസാക്ഷൻ. ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ്. RP ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഒബ്വിയസ്ലി ക്ലോസ് ലെങ്ത് ബേസിസിലാണ്. അപ്പോൾ D ഇസ് ദി ആൻസർ. എനിക്കിതൊന്ന് കൺഫേം ചെയ്യണം. 11th ആൻസർ D അല്ലേ? 11th ആൻസർ ഇസ് D. യാ ഓക്കെ. സോ ക്ലോസ് ലെങ്ത് ബേസിസിലാണ് അത് കൊടുക്കേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അനാലിറ്റിക്കൽ പ്രൊസീജിയർ വേ പെർഫോംഡ്? അയാൾ ചെയ്ത സ്റ്റോക്ക് റിയ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് കോമ്പോസിഷൻ അനാലിസിസ് അല്ലേ? സ്റ്റോക്ക് കോമ്പോസിഷൻ അനാലിസിസ് ആണ് സംഭവിക്കുന്നത് റിയ ഇൻവെൻ്ററിയെ സംബന്ധിച്ച് ചെയ്യുന്നത്. അവിടെ റേഷ്യോ അനാലിസിസും ഉണ്ട്. പക്ഷേ ആ സ്റ്റോക്കിൽ എത്ര ഇൻവെൻ്ററിയിൽ ഫൈനൽ ഇൻവെൻ്ററിയിൽ എത്ര സ്റ്റോക്കിൻ്റെ ഹൗ മച്ച് റോ മെറ്റീരിയൽസ് വാർ ദെയർ യൂസ്ഡ് ഇൻ ദ സ്റ്റോക്ക് ഇൻവെൻ്ററി എന്നൊക്കെ പറയുമ്പോൾ അതിനെ പ്രീവിയസ് യൂസർ കമ്പയർ എന്ന് പറയുമ്പോൾ ട്രെൻഡ് അനാലിസിസ് ആണോ റേഷ്യോ ആണോ അത് കൺഫ്യൂഷൻ വേണ്ട. സ്റ്റോക്ക് കോമ്പോസിഷൻ, സ്റ്റോക്ക് കൺസംഷൻ, ഇങ്ങനെ രണ്ടെണ്ണം ഇൻവെൻ്ററിനെ സ്പെസിഫിക് ആയിട്ട് വരും. ഇത് ഒന്ന് നോക്കി വെച്ചോളൂ. മേ ബി September 25 യു ക്യാൻ എക്സ്പെക്ട് സം ക്വസ്റ്റ്യൻ ഇൻ വൺ ഫോം ഓർ അതർ. ചിലപ്പോൾ തിയറി ആയിരിക്കും, ചിലപ്പോൾ ഇതുപോലെ MCQ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവിൽ. ഓക്കെ, നോക്കി വെച്ചോളൂ. SA 520 ഈ ഒരു എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. Neha is appointed as the auditor of general MCQs ആയി കഴിഞ്ഞു. Neha is appointed as auditor of newly incorporated textile company. Before starting the audit, she checks whether the firm meets ethical requirements or if there is any threat to the independence. Okay, SA 220 പ്രകാരം അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ ഓഡിറ്റർ ചെയ്യുന്നത്. ഷി ഓൾസോ സെൻസ് ആൻ എൻഗേജ്മെന്റ് ലെറ്റർ ആസ് പെർ SA 210. Neha is developing what? SA 210 220 ഒക്കെ ഒരുമിച്ച് വരുന്നത് നമ്മുടെ പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടാണ്. ഓപ്ഷൻ ബി. SA 300 പ്ലാനിംഗ് പ്രോസസ്സിലത്തെ ഏറ്റവും ഇനീഷ്യൽ ആക്ടിവിറ്റിയാണ് പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റി. പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ SA 220 പ്രകാരം അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയന്റ് റിലേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, SA 220 പ്രകാരം എത്തിക്കൽ റിക്വയർമെന്റ്സ് ഇൻക്ലൂഡിംഗ് ഇൻഡിപെൻഡൻസിന് സേഫ് ഗാർഡ് ചെയ്യാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ, 210 പ്രകാരം എൻഗേജ്മെന്റിന്റെ കണ്ടന്റ്, അത് എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം മാനേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, പ്രീ കണ്ടീഷൻസ് സേഫ് ഗാർഡ് ചെയ്യുക. അങ്ങനെ ഈ 220 രണ്ട് കാര്യങ്ങളും 210 ഒരു കാര്യം ഒരുമിച്ച് ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ SA 300 വർക്ക് എടുക്കണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസിൽ പറയാറുള്ളത്. റൈറ്റ്. സോ യെസ്, ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CA മീനാൽ ഇസ് അപ്രോച്ച്ഡ് ബൈ റിവർ ടു കണ്ടക്ട് ദ ഓഡിറ്റ്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ പേര് റിവർ എന്നാണ്. ഡ്യൂറിംഗ് ദ പ്രീ എൻഗേജ്മെന്റ് ഡിസ്കഷൻ ദ മാനേജ്മെന്റ് ഇൻഫോംസ് ദാറ്റ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഷുഡ് എക്സ്ക്ലൂഡ്. അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് തന്നെ മാനേജ്മെന്റ് എന്ത് ചെയ്യാണ്? റെസ്ട്രിക്ഷൻ വെക്കുകയാണ്. ദാറ്റ് ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഷുഡ് എക്സ്ക്ലൂഡ് ദ വെരിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി ആസ് ഇറ്റ് ഇസ് ഓൾറെഡി ബീൻ റിവ്യൂഡ് ബൈ ദ ഇന്റേണൽ ടീം. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. അവിടെ എന്ത് സംഭവിച്ചു? നമ്മുടെ പ്രീ കണ്ടീഷൻസ് അവിടെ മീറ്റ് ആവുന്നില്ല. Management also expects Meenal to rely on the reports. She agrees verbally to the engagement and begins planning, but no formal engagement letter is issued. Meenal is doing something very wrong. Auditor may proceed with the audit as it is. Okay, choose the most appropriate option. Auditor may proceed with the audit. No. Auditor can accept the audit verification. No. Auditor shall not accept audit where management imposes limitation on the scope of the work. C is the answer. C is the answer. Should not accept the work because management is imposing limitation even before the audit. See, Rahul, the statutory auditor of Vishal, is conducting the audit for the financial year 24-25. കഥ വായിക്കുന്നില്ല, നേരെ ഇതിലോട്ട് പോകണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊസീജിയർ ഫോൾസ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ദി ഓഡിറ്റ്? ഈ പറയുന്ന കാര്യങ്ങൾ ABCDയിലെ ഓഡിറ്ററിൻ്റെ സ്കോപ്പിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓഡിറ്റർ ഡിറ്റർമൈനിങ് ദ ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് മിഷനറി. യെസ്. ഓഡിറ്റർ എൻഷുറിംഗ് പ്രോപ്പർ ഡിസ്ക്ലോഷർ ഓഫ് FS ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. യെസ്. ഓഡിറ്റർ പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി. ചെയ്യാൻ ഇത് ഓഡിറ്റിൽ ആവശ്യമില്ലല്ലോ. ഓഡിറ്റിലല്ല, നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെന്റ് പ്രകാരം SAE പ്രകാരം പ്രോസ്പെക്റ്റീവ് ഇൻഫർമേഷനാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ആ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലും ബഡ്ജറ്റിലും പ്രോജക്ട് റിപ്പോർട്ടിലും എഴുതിയേക്കുന്ന ഈ ഫ്യൂച്ചർ ഇൻഫർമേഷനിൽ ഉപയോഗിച്ചേക്കുന്ന അസംഷൻസ് റീസണബിൾ ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. ആസ് എൻ ഓഡിറ്റർ വി ആർ ഡീലിംഗ് വിത്ത് ഹിസ്റ്റോറിക് ഇൻഫർമേഷൻ ഓൺലി. അതിനെ സംബന്ധിക്കുന്ന റീസണബിൾ അഷുറൻസ് മേടിച്ചാൽ മാത്രം മതി. പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി ഈസ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ദി ഓഡിറ്റർ. ഓക്കെ. So yes, with that said, നമ്മുടെ 30 മാർക്കിൻ്റെ കേസ് സ്റ്റഡി MCQ ഏരിയ ഇസ് ഓവർ. നൗ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാർട്ട് ചെയ്യാം. 70 മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ആണ്.
പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഐ വിൽ കീപ്പ് ഇറ്റ് ആസ് മച്ച് ഷോർട്ട് ആൻഡ് കൺസൈസ് ആസ് പോസിബിൾ. കാരണം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വെറുതെ തുറന്ന് വെച്ചിട്ട് വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതിൽ വലിയ അർത്ഥമില്ലല്ലോ. ഏത് ടോപ്പിക് എന്നാണ് ക്വസ്റ്റ്യൻ ഒരു ട്രെൻഡ് മനസ്സിലാക്കിപ്പിച്ച് തരാം. അതേപോലെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് ആ ഒരു ആസ്പെക്റ്റിലോട്ടൊക്കെ ഞാൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്ലാണ്ട് ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ഫുൾ ടോപ്പിക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തതിൻ്റെ ആവശ്യം നമുക്ക് MTP RTP റിവിഷൻ വീഡിയോസ് ഉണ്ടാകത്തില്ല. ഇത് നിങ്ങളുടെ റിവിഷനെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള വീഡിയോസാണ്. ഓക്കെ, അല്ലാണ്ട് ക്രാഷ് അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. സോ ഐ ജസ്റ്റ് ഷോ യു എന്തൊക്കെയാണ് ഇപ്പോൾ MTP വന്നുള്ള ക്വസ്റ്റൻസ്, അതിന് IC എക്സ്പെക്ട് ചെയ്യുന്ന ആൻസേഴ്സ് എന്തൊക്കെയാണ്, നമ്മുടെ മെറ്റീരിയൽ അത് എവിടെയാണ് കിടക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ ടോപ്പിക് ആ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കണം, ആ ഒരു ആസ്പെക്റ്റിലേക്ക് ഞാൻ ഈ റിമൈനിങ് സെഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. CA Aditi is in the process of evaluating the internal controls by focusing on the controls operating for creditors. In this respect, she wants to collect information about the existence and efficiency of internal control. She plans to prepare a set of questions to be circulated among the executives and the employees of the company. Okay, നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോൾ ചാപ്റ്ററിൽ ഇൻറ്റേർണൽ കൺട്രോളിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ടൂൾസ് 4 ഉണ്ട്. ക്വസ്റ്റനെയർ ഉണ്ട്, നറേറ്റീവ് റെക്കോർഡ്സ് ഉണ്ട്, ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അതേപോലെ നമ്മുടെ ഫ്ലോ ചാർട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ്, ഇൻറ്റേർണൽ കൺട്രോളിനെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്തിട്ട് ക്ലയൻറ്റ് സ്റ്റാഫിന് കൊടുക്കുകയാണ്. ദാറ്റ്സ് കോൾഡ് ആസ് എ ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റനെയർ. നമ്മൾ ക്വസ്റ്റ്യൻസ് ഇൻറ്റേർണൽ കൺട്രോളിനെ സംബന്ധിക്കുന്ന യെസ് നോ നോട്ട് ആപ്ലിക്കബിൾ ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്തിട്ട് ഓഡിറ്റ് സ്റ്റാഫിന് കൊടുത്തിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് ചെക്ക് ലിസ്റ്റ് എന്ന് പറയും. ഇത് ICQൻ്റെ ഇനത്തിൽ വരും. വിച്ച് മെത്തേഡ് ഇസ് ബീങ് കണ്ടംപ്ലേറ്റഡ്? ഇറ്റ് ഇസ് എൻ ICQ and prepare a set of few questions regarding control operation for creditors. Okay, ഇത് ഒന്ന് നോക്കി വെച്ചോളൂ. കാരണം നമ്മുടെ ആൻസർ നോക്കുമ്പോൾ നോക്കിയാൽ സി Aditi is contemplating using internal control questionnaire, ICQ ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് കൺട്രോൾസ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത്, ഒരു 10 ഒരു ICQൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, ഒരു 10 ചോദ്യങ്ങൾ ഇവർ തന്നിട്ടുണ്ട്. IC മെറ്റീരിയലിൽ നമുക്കിവിടെ MTPയിൽ തന്നിട്ടുണ്ട് ICQൻ്റെ എക്സാമ്പിൾസ്. നൗ ഐ എം നോട്ട് സെയിങ് ദാറ്റ് ദിസ് എക്സാക്ട് ക്വസ്റ്റ്യൻ വിൽ കം ഫോർ ദി എക്സാം, ബട്ട് ദെൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ റീസെൻ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റുകളൊന്നും ചോദിച്ചിട്ടില്ല. അതായത് ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റനെയറിൻ്റെ ഒരു സാമ്പിൾ എഴുതുക. ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റനെയറിൽ നമ്മൾ ഇൻറ്റേർണൽ കൺട്രോളിനെ പറ്റി ചോദിക്കുന്ന ചോദ്യങ്ങൾ, ക്ലയൻറ്റ് സ്റ്റാഫിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു എക്സാമ്പിൾ, ഒരു ഫോർമാറ്റ് കാണിക്കുക. അത് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇതിപ്പോൾ നമ്മൾ സെപ്റ്റംബറിലോട്ടല്ലേ സംസാരിക്കുന്നത്. May 25, Jan 25, September 24 അറ്റംപ്റ്റിലൊന്നും പ്രീവിയസ് 3 attempts RTP MTP പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻ എവിടെയും വന്നിട്ടില്ല. May 24 എക്സാമിലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. സോ ഇതൊരു ടിപ്പിക്കലായിട്ട് റിപ്പീറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ അല്ല. അതുകൊണ്ട് ഒന്ന് സ്റ്റാർ മാർക്ക് ഇട്ട് വെച്ചോളൂ. ഈ ICQയിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഇത്. ഇനിയിപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ എക്സാം വന്നിട്ടില്ലെങ്കിലും യു can expect some question related to ICQ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾ ടൂൾസ് ഓഫ് ഇവാലുവേഷൻ, ICQ ചെക്ക് ലിസ്റ്റ്, ഫ്ലോ ചാർട്ട് അല്ലേ, ആ ഒരു ഏരിയ ഒന്ന് നോക്കി വെച്ചോ. ഡിസ്ക്രിപ്റ്റീവ് സംതിങ് ഇസ് വെരി ഹൈ പ്രോബബിലിറ്റി ഉണ്ട് ചോദിക്കാനായിട്ട്. ഓക്കെ, അതൊന്ന് നോക്കി വെച്ചോളൂ. ആൻഡ് റിഗാർഡിങ് ദിസ് ഏരിയ 10 ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. മിനിമം ഒരു 5 പഠിച്ചു വയ്ക്കുക. MTPs ഉണ്ടല്ലോ, MTPസിൽ MTP ഒരു 2-edged sword-ആണ്, ഇരുതലയുള്ള വാളാണ്. നമുക്ക് എക്സാമിൻ്റെ ട്രെയിലറായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. ഒരു എക്സാം കണ്ടീഷനിൽ എഴുതി നമ്മുടെ പ്രിപ്പറേഷനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ MTP സഹായിക്കുമെങ്കിലും ചില MTPസിലൊക്കെ മാർക്ക് ഭയങ്കര ഇൻഫ്ലേറ്റഡ് ആയിരിക്കും. അതായത് ചെറിയൊരു ചോദ്യമായിരിക്കും, അതിലത്ര ചെറിയ ഷോർട്ട് ആൻസറിൻ്റെ ആവശ്യമുള്ളൂ, പക്ഷെ അവർ 5 മാർക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ ഇടും. അപ്പോൾ ചില സമയത്ത് ആൻസേഴ്സ് മാർക്സ് ഭയങ്കര ഇൻഫ്ലേറ്റഡാണ് ചില ക്വസ്റ്റ്യൻസിലൊക്കെ MTPയിൽ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കുട്ടികൾക്ക് ഡൗട്ട് വരും, ഇത്രയല്ലേ എഴുതാറുള്ളൂ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത്രയല്ലേ നമുക്ക് ചെറിയ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ സംബന്ധിക്കുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഇത്ര എഴുതേണ്ട ആവശ്യമുള്ളൂ, പക്ഷെ 5 മാർക്കാണ് അതിൽ മാർക്കിങ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഡൗട്ട് വരും, അയ്യോ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അപ്പോൾ ഞാൻ ഇത്ര എഴുതിയാൽ മതിയോ എന്നും വെച്ചിട്ട് അനാവശ്യമായിട്ട് കുറേ എഴുതി നശിപ്പിക്കും. അപ്പോൾ MTPയിൽ പലപ്പോഴും മാർക്കിംഗ് അത്ര പ്രോപ്പറായിട്ട് തോന്നാറില്ല എനിക്ക് പലപ്പോഴും. MTPയിലത്തെ ചിലതിൻ്റെയൊക്കെ മാർക്സ് ഭയങ്കര ഇൻഫ്ലേറ്റഡ് ആണ് മാർക്സ്. ആൻഡ് സംടൈംസ് ആൻസേഴ്സ് ഓൾസോ. ഈ 10 points ഒക്കെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ യഥാർത്ഥ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ചോദിക്കുന്ന വളരെ പ്രോബബിലിറ്റി കുറവാണ്. ഇത് ഇഫ് അറ്റ് ഓൾ ദിസ് ക്വസ്റ്റ്യൻ കം ഫോർ ദി എക്സാം, അവർ പറയുന്നത് റൈറ്റ് എനി 4 questions, റൈറ്റ് എനി 5 questions, അങ്ങനെ അവർ പറയത്തുള്ളൂ. അങ്ങനെയാണ് പൊതുവേ കാണാറുള്ളത്. റൈറ്റ് 10 questions ഫോർ എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലാണ്. ഇവിടെ ഇപ്പോൾ റൈറ്റ് 10 questions എന്നൊന്നും പറഞ്ഞിട്ടില്ല. പ്രിപ്പയർ എ സെറ്റ് ഓഫ് ഫ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. MTP നിങ്ങളുടെ റിവിഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു 10ഓളം എൻക്വയറീസ് തന്നിട്ടുണ്ട്.
അതിൽ നിങ്ങൾക്ക് വായിച്ചാൽ ഓർത്ത് വയ്ക്കാൻ പറ്റും എന്ന് തോന്നുന്ന മിനിമം ഒരു 5 to 6 ഓർത്ത് വയ്ക്കുക. 10 കാണാൻ പഠിക്കാമെന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. ഇൻറ്റേർണൽ കൺട്രോളിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളല്ലേ. അപ്പോൾ അങ്ങനത്തെ ആർ ദ സപ്ലയേഴ്സ് ഇൻവോയ്സസ് റൂട്ടഡ് ഡയറക്ട്ലി ടു ദി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, ആർ ദേ എൻറ്റർഡ് ഇൻ എ ബിൽ രജിസ്റ്റർ, ഡസ് ദ സിസ്റ്റം എൻഷുർ ദാറ്റ് ഓൾ ഇൻവോയ്സസ് ആർ ഡ്യൂലി പ്രോസസ്ഡ്, ഡസ് ദി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് മാച്ച് ദി ഇൻവോയ്സ് ഓഫ് സപ്ലയേഴ്സ് വിത്ത് ദ റിസീവ്ഡ് നോട്ട്, ഡു ഓൾ ദ ഇൻവോയ്സ് ബെയർ evidence of prices, freight terms, etc., or all advance payments properly authorized, are duplicate invoices marked immediately, are all supplier statements compared with the, you study any internal control സംബന്ധിക്കുന്ന questions ആണ്. Okay, you study any 5 to 6 questions and ആവശ്യമേ അവിടെ. Now moving on to the next question. CA Krish is planning the audit of financial statements of Black and White Limited for the financial year 24-25 with the objective of conducting it in an effective manner. He also carried out the audit of the previous year and the audit report was issued in the month of June 24. Okay. So CA Krish is planning the audit of Black and White Limited. Black and White are our client and we are planning for 24-25. Okay. തൊട്ട് പ്രീവിയസ് he also carried the audit work of the previous year 23-24 also. So 23-24 നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്, 24-25 നമ്മളിപ്പോൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. സോ ഇതൊരു ഇനീഷ്യൽ എൻഗേജ്മെന്റ് അല്ല. ഓക്കെ, സോ ഇനി വരാൻ പോകുന്ന പോസിബിലിറ്റീസ് SA 450 അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദ പ്രീവിയസ് ഇയർ ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ SA 710 പറയുന്ന കറസ്പോണ്ടിങ് ഫിഗർ ഓർ കമ്പാരറ്റീവ് ഇൻഫർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. നമുക്ക് നോക്കാം. He started planning the audit procedure. He is assisted by Mr. Shiv. During the planning discussion, Shiv raised few queries regarding the audit planning stage. Okay, as the senior helps Shiv by resolving. When does planning officially start? So, okay, SA 710 ചോദിച്ചിട്ടില്ല അവർ, SA 450 ചോദിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ നേരെ വേറെ ഡയറക്ഷൻ എടുത്തു. SA 300 അവർ പോകുന്നത്. ഓക്കെ, when does planning for an audit actually start? Planning എപ്പോൾ തുടങ്ങും, എപ്പോൾ അവസാനിക്കും? Planning is a continuous process, right? Planning is a continuous and iterative process. Planning is not a discrete activity. It is rather a continuous and iterative process which starts from the end of the previous audit and continues till the completion of the current audit engagement. കഴിഞ്ഞ ഓഡിറ്റിൻ്റെ അവസാനം തൊട്ടിട്ട് ഈ ഓഡിറ്റിൻ്റെ അവസാനം വരെ, അതായത് ഇപ്പോൾ കഴിഞ്ഞ ഓഡിറ്റ് തീർന്നത് ജൂൺ 2024 അന്ന് തൊട്ടിട്ട് ഇനി അടുത്ത ഓഡിറ്റിൻ്റെ ലാസ്റ്റ് എന്നാണോ അതുവരെയും സംഭവിക്കുന്ന ഒരു കണ്ടിന്യൂസ് ആൻഡ് ഇറ്ററേറ്റീവ് പ്രോസസ്സാണ് പ്ലാൻ. പ്ലാനിങ് ഇസ് നോട്ട് എ ഡിസ്ക്രീറ്റ് ഓർ എ വൺ സ്റ്റെപ്പ് ആക്ടിവിറ്റി. Okay, whether auditor can change planning decision during the audit? Obviously yes, as a result of any unexpected or new audit evidences or change in circumstances or a revision on your risk assessment, etc. When the auditor is approached with new circumstances, we'll have to revise our strategy, plan, everything and perform the procedures accordingly. So yes, audit future കാരണം പ്ലാനിങ് എപ്പോഴും നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫ്യൂച്ചറിലോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഫ്യൂച്ചർ ബേസ്ഡ് ആണ്. സോ ആൻഡ് ഫ്യൂച്ചർ ഇസ് ഓൾവേസ് അൺപ്രഡിക്റ്റബിൾ ആണ്. സോ എല്ലാം വരായ്മകൾക്കും അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു കീപ് ദ പ്ലാൻ ഫ്ലെക്സിബിൾ. ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. അതായത് SA 300 ഇത് പ്ലാനിങ്ങിൻ്റെ ഒരു ജനറൽ തിയറി ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. SA 300 വരുമ്പോഴത്തേക്കും നമ്മുടെ മെറ്റീരിയലിൽ പേജ് നമ്പർ തുടക്കത്തിലായിരിക്കും, കുറച്ച് റിസ്കിന് മുന്നേ. യെസ്, യു ടേക്ക് പേജ് നമ്പർ 34, ദാറ്റ് ഈസ് യുവർ SA 300. ഓക്കെ, പേജ് നമ്പർ 34. അതിൽ സ്ട്രാറ്റജി എല്ലാം കഴിഞ്ഞ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്ലാനിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. The establishment of strategy and plan are not necessarily discrete or sequential process, but rather interrelated process. പിന്നെ planning is not a one-step activity. Planning is not a discrete, but rather a continual and iterative process which begins shortly after the completion of the previous audit and continues till the completion of the current audit engagement. So when shall audit start and end എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു പ്രീവിയസ് ഇയർ നമ്മളാണ് ഓഡിറ്റ് ചെയ്തിട്ടുള്ളത്, ഈ വർഷം നമ്മളാണ് ഓഡിറ്റ് ചെയ്തിട്ടുള്ളത്. സോ പ്രീവിയസ് ഇയറിൻ്റെ ഓഡിറ്റിൻ്റെ അവസാനം തൊട്ടിട്ട് ഈ ഇയറിൻ്റെ ഓഡിറ്റിൻ്റെ അവസാനം വരെയും നമ്മൾ തന്നെ ഇത് അങ്ങനെയാണ്. ആൻഡ് ദെയർ ആഫ്റ്റർ നെക്സ്റ്റ് ഓഡിറ്റ് വരെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ചേഞ്ചസ് ടു പ്ലാനിങ് ഡിസിഷൻ നമ്മുടെ പേജ് നമ്പർ 37 അതിനെപ്പറ്റി പറയുന്നുണ്ട്. ദി ഓഡിറ്റർ ഷാൽ അപ്ഡേറ്റ് ആൻഡ് ചേഞ്ച് ദ സ്ട്രാറ്റജി പ്ലാൻ എക്സെട്ര ആസ് നെസസറി ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദി ഓഡിറ്റ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻസ് സംഭവിക്കുമ്പോഴോ കണ്ടീഷൻസ് മാറുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ഓഡിറ്റ് ഇവൻസ് കിട്ടുമ്പോഴോ വി മേ നീഡ് ടു മോഡിഫൈ ദ സ്ട്രാറ്റജി ആൻഡ് പ്ലാൻ ആൻഡ് ദെയർബൈ ദ റിസൾട്ടിംഗ് പ്ലാൻഡ് നേച്ചർ ടൈംസ് ഓഫ് പ്രൊസീജിയേഴ്സ് എക്സെട്ര എവറിത്തിങ് വിൽ ബി ചേഞ്ച്. ദിസ് മേ ബി ദ കേസ് വെൻ ന്യൂ ഇൻഫർമേഷൻ കംസ് ടു യുവർ അറ്റൻഷൻ. ഈ ഒരു പാരഗ്രാഫാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? സോ യെസ്, പ്ലാനിങ് ഇസ് നോട്ട് എ ഡിസ്ക്രീറ്റ് ഫേസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ICA മെറ്റീരിയലത്തെ ആൻസറാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. പ്ലാനിങ് ഇസ് നോട്ട് ഡിസ്ക്രീറ്റ് ഫേസ്.
It is an iterative process that begins shortly after the end of the previous year, continues in the given situation. 2024 ജൂണിൽ അവസാനിക്കുന്ന തൊട്ട് 24-25 ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നവരെയും ഇത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ മറ്റേ അപ്ഡേറ്റും ചേഞ്ചസ് വരുന്ന സമയത്ത് വി ഷാൽ അപ്ഡേറ്റ് ദ സ്ട്രാറ്റജി ആൻഡ് പ്ലാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ നമ്മുടെ മെറ്റീരിയലത്തെ പേജ് നമ്പർ 37 കാണുന്ന ടോപ്പിക്ക്. essay 300 ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടാത്തൊരു എസ്സെയാണ്. കാരണം essay 300 എന്ന് പറയുന്നത് ഒരു ചാപ്റ്ററാണ് IC മെറ്റീരിയൽ. സോ ഒരുപാട് പാസ്റ്റ് എക്സാം പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ ഇപ്പോൾ സെപ്റ്റംബർ 25 MTPയിൽ ഇപ്പോൾ കണ്ടു. Jan 25 MTPയിൽ ഒരു MCQ വന്നിട്ടുണ്ടായിരുന്നു. സ്ട്രാറ്റജിന്ന് ക്വസ്റ്റ്യൻസ്, സ്ട്രാറ്റജിന്ന് ഒരു ക്വസ്റ്റ്യൻ November 2024, Jan 2025, May 25 3 അറ്റംപ്റ്റിൽ സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രാറ്റജിന്ന് ഓരോ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻ വെച്ച് വന്നിട്ടുണ്ട്. essay 300 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള essay ആണ്. essay 300 സ്കിപ്പ് ചെയ്യേണ്ട. കാരണം essay 300 എന്നുള്ള ഒറ്റ essay ഒരു ചാപ്റ്ററാണ്, ചാപ്റ്റർ 2 ആണ് നമുക്ക്. സോ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ്, while scrutinizing the accounts of XY Limited, did I miss anything? No, I did not miss anything. So while scrutinizing the accounts of XY Limited, CAQ, the auditor of XY Limited, observed that the company had significant amount of trade receivables outstanding. Q wants to send external confirmation request, but the management refused. Discuss how you should deal with this in this regard as per relevant standard. So essay 505 പറയുന്നുണ്ട്, external confirmation is considered as one of the most reliable source of audit evidence, right? External confirmation എന്താണ്? Direct written response obtained by the auditor from a third person outside the entity, and it is considered one of the most reliable source of audit evidence. പക്ഷെ എത്രമാത്രം റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് ഓഫ് എവിഡൻസ് ആണെന്ന് പറഞ്ഞാലും ഈ എക്സ്റ്റേണൽ കൺഫർമേഷൻ കിട്ടുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് റൈറ്റ് ഫോർ ദി ഓഡിറ്റർ. നമുക്കതിന് എപ്പോഴും എന്ത് വേണം? ഓഡിറ്റർ മാനേജ്മെൻറ്റിൻ്റെ സമ്മതം കിട്ടിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. ബട്ട് ഇഫ് ദ മാനേജ്മെൻറ്റ് ഇസ് അൺനെസസറിലി റെഫ്യൂസിങ് അസ് ടു കോൺടാക്ട് ദ തേർഡ് പേഴ്സൺ, എക്സ്റ്റേണൽ കൺഫർമേഷൻ അയക്കാൻ നമുക്ക് പെർമിഷൻ കിട്ടുന്നില്ല, മാനേജ്മെൻറ്റ് റെഫ്യൂസൽ ചെയ്യുകയാണെങ്കിലോ നമുക്ക് അതിന് സബ്സ്റ്റാൻഷ്യേറ്റ് ആയിട്ടുള്ള റീസൺസ് ഉണ്ടോ നോക്കാം. ഈസ് ദർ എനി റീസണബിൾ ജസ്റ്റിഫിക്കേഷൻ നോക്കാം. ബിസിനസ് റാഷണൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, വി ക്യാൻ ഗോ ഫോർ ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയേഴ്സ്. അല്ല ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയേഴ്സും ചെയ്യാൻ പറ്റുന്നതെങ്കിൽ വി ഹാവ് ടു മോഡിഫൈ ദ റിപ്പോർട്ട്. ഇത് essay 505 പറയുന്ന ക്ലാസിക് തിയറി ഏരിയയാണ്. essay 505 is there in your page number 64 and essay 505 റീസൺ അറ്റംപ്റ്റുകളൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണെന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദ മാനേജ്മെന്റ് refuses to allow the auditor to send a confirmation, we shall inquire the reasons for such refusal, evaluate the possibility of ROMM, perform alternative procedure. If that is also not possible, or if the management's refusal seems to be unreasonable, we can consider the effect on our audit report and also communicate this to the TCWG, because essay 260 പ്രകാരം ഇത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫിക്കൽട്ടി ആണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനായിരിക്കും അതിൻ്റെ ആൻസർ വരാൻ വേണ്ടി പോകുന്നത്. If the auditor concludes that management's refusal to allow auditor to send confirmation is unreasonable, then you shall communicate that with the management, also determine the implication in your report, and also in case he wants to send external confirmation, yes, above actions under same thing. During the audit of Venus Limited, Rajveer found a considerable increase in the sales as compared to the previous year. He suspected that a few fictitious sales has been recorded. Discuss the audit procedure to be undertaken by the auditor to ensure revenue from sale of goods and services performed in the period is not overstated. Audit of different items ചാപ്റ്ററിലത്തെ സെയിൽസിനെ സംബന്ധിക്കുന്ന ചോദ്യമാണ്. സെയിൽസിനെ വെരിഫൈ ചെയ്യാനായിട്ട്, സെയിൽസിൻ്റെ ആക്യുറസി ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും? MTP ആയതുകൊണ്ട് ഇതിൽ 1, 2, 3, 4, 5, 6, 7, 8 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ആവശ്യം ഇല്ല. എനി 5 പോയിന്റ്സ് യു സ്റ്റഡി, എനി 5 പോയിന്റ്സ് എക്സാമിന് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഇപ്പോൾ എനിക്കിപ്പോൾ എല്ലാ 8 പോയിന്റും പഠിച്ചോ എന്ന് പറയുന്നതിൽ വലിയ വിരോധം ഉണ്ടായിട്ടൊന്നുമില്ല. ഇതെല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും എങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഫുൾ പോയിന്റ്സ് പഠിക്കുക. ബട്ട് ഒരിക്കലും പറ്റുന്നതിനേക്കാളും കൂടുതൽ പഠിക്കാൻ തന്നിട്ടും അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് ഇത്രയും പഠിച്ചാൽ മതി, ഇങ്ങനെ നോക്കിയാൽ മതി എന്ന മട്ടിൽ പറയുന്നത്. എനിവേസ് ലിസൺ, ഈ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൽ നമുക്ക് 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പ്രോപ്പർ AS അല്ലെങ്കിൽ ലോ ചോദിക്കും. മറ്റേ ഷെയർ ക്യാപിറ്റലിനെ സംബന്ധിച്ചതോ റിസർവ്സിനെ സംബന്ധിച്ചതോ അല്ലെങ്കിൽ AS 26, 10, 2 ഇങ്ങനത്തെ ASകളെ സംബന്ധിക്കുന്ന AS ലോ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഡിസ്ക്രിപ്റ്റീവിൽ വരാം, MCQസിൽ വരാം. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ അസേർഷൻസ്, ഐഡൻറ്റിഫൈ ദി അസേർഷൻ. MCQയിലാണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് തിയറിറ്റിക്കലും ചോദിക്കും. അതായത് അവർ പ്രൊസീജിയർ കാണിച്ചിട്ട് ഏത് അസേർഷനാണ് നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കും, സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ടൈപ്പ് ഓഫ്
അപ്പോൾ ഇത് രണ്ടും ഉറപ്പായിട്ടും വരും. ഈ AS ലോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അസേർഷൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇതെന്തായാലും വരാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹൗ വിൽ യു വൗച്ച് ഓർ വെരിഫൈ. ഓക്കെ, ഹൗ വിൽ യു വെരിഫൈ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെസിഫിക് ഐറ്റത്തിനെ സംബന്ധിക്കുന്നത് ഫുൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. അതിലാണ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റേ ഫ്രെയിം വർക്കൊക്കെ ഉപയോഗിക്കുന്നത്. മറ്റേ ഓപ്പണിംഗ് ബാലൻസ് ചെക്ക് ചെയ്യുന്നു, പിന്നെ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 2 വന്നിട്ട് S330 ഭാഗമായിട്ട് ലീഗൽ കംപ്ലയിൻസ്, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്, പിന്നെ സബ്സ്റ്റൻറ്റീവ് പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അസർഷൻസ്, അങ്ങനെ ആ ഒരു ഫ്രെയിം വർക്ക് ബേസ്ഡ് ആയിട്ട് പോകുന്നത് നമ്മുടെ മെറ്റീരിയലിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആകെ 15 ഐറ്റംസേ ഉള്ളൂ. ആ 15 ഐറ്റത്തിൽ ആദ്യത്തെ 10 ഐറ്റത്തിനാണ് ഫ്രെയിം വർക്ക് ഉള്ളത്. ലാസ്റ്റ് 5 ഐറ്റത്തിന് ചെറിയ ചെറിയ ചോട്ട തിയറി മാത്രമാണ്. ഫോർത്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ യു ക്യാൻ എക്സ്പെക്ട് ഫ്രം ദിസ് ക്വസ്റ്റ്യൻ ഇസ്, അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡും ഏറ്റവും കൂടുതൽ കാണുന്നത്. ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ ഈ പറയുന്ന 1 to 15 വരെയുള്ള ഐറ്റം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിം വർക്ക് വെച്ച് പഠിക്കുന്ന ആദ്യത്തെ 10 ഐറ്റംസിലെ അതിലുള്ള ഏതെങ്കിലും ഐറ്റത്തിൻ്റെ ഒന്നുകിൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, അല്ലെങ്കിൽ വാല്യുവേഷൻ, അല്ലെങ്കിൽ എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്നെസ്. റൈറ്റ്സ്, വാല്യുവേഷൻ, എക്സിസ്റ്റൻസ്, കംപ്ലീറ്റ്നെസ്, ഈ 4 അസേർഷൻസ്, ഇതിൽ ഏതെങ്കിലും ഒരു അസേർഷൻ നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ള 15-ൽ ആദ്യത്തെ 10 എണ്ണത്തിനാണ് ഫ്രെയിം വർക്ക് ഉള്ളത്. ആ 10 എണ്ണം ഫ്രെയിം വർക്കുള്ള 10 എണ്ണത്തിലത്തെ ഏതിനെങ്കിലും ഒന്നിൻ്റെ ഈ പറയുന്ന 4 അസേർഷൻസിൽ ഏതെങ്കിലും ഒരു അസേർഷൻ മിനിമം ഒരു 5-6 പോയിന്റ്സ്. അപ്പോൾ നമ്മൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളെന്താ ചെയ്യേണ്ടത്? ഞാൻ ഇത് ക്ലാസ്സിൽ വന്ന സംഭവമാണ്, RTP MTP വീഡിയോസിലൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഈ AS ലോ ടോപ്പിക്സ് നോക്കണം, അസേർഷൻസ് തീരെ നോക്കണം, പിന്നെ ചാപ്റ്ററിന് ബാക്കിൽ കൊടുത്തിട്ടുള്ള മറ്റേ നമ്മുടെ 10 നോട്ട്സ് ഉണ്ട്, ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്, അത് നോക്കണം. 15 ഐറ്റത്തിൽ ആ 10 എണ്ണത്തിൻ്റെ ഫ്രെയിം വർക്ക് നോക്കുക. എന്നിട്ട് ഫ്രെയിം വർക്ക് പഠിക്കുന്നതിൻ്റെ ഒപ്പം എന്തും ചെയ്യുക, ഒരു പീസ് ഓഫ് പേപ്പറിൽ ആദ്യത്തെ 10 ഐറ്റത്തിൻ്റെ ഈ 4 അസേർഷൻസ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, വാല്യുവേഷൻ, കംപ്ലീറ്റ്നെസ്, എക്സിസ്റ്റൻസ്, ഈ 4 അസേർഷൻസിൻ്റെ ഒരു 5-6 പോയിന്റ് വെച്ച് നിങ്ങൾ ഒരു ചാർട്ട് ഉണ്ടാക്കി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് അത് വായിക്കുക. യു വിൽ സർവൈവ് ദി എക്സാം. യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞ ഒരു 4-5 അറ്റംപ്റ്റിലായിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള തീമാണ് ഈ ഒരു പരിപാടി, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ ടു എൻഷുർ ദ റവന്യൂ ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പെർഫോംഡ്, സെയിൽസിനെ സംബന്ധിച്ചിട്ട് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ചെക്ക് വെദർ സിംഗിൾ സെയിൽസ് ഇൻവോയ്സസ് റെക്കോർഡ് ട്വൈസ് ഓർ നോട്ട്, ചെക്ക് ഫ്യൂ ഇൻവോയ്സസ്, ഒബ്റ്റെയിൻ കൺഫർമേഷൻ ഫ്യൂ കസ്റ്റമേഴ്സ്. സെയിൽസിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളാണ്, ഇഷ്ടമുള്ളൊരു 5 എണ്ണം പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇതൊന്നും വേറെ കൺസെപ്റ്റ് ഇല്ല. ഓർത്ത് വെക്കാൻ പറ്റുന്ന 1 ലൈനേഴ്സ് ആണ്, എല്ലാം 1 ലൈനേഴ്സ് ആണ്. എനി 5 യു സ്റ്റഡി ആൻഡ് യു പ്രിപ്പയർ ലിസ്റ്റ് ഓഫ് ഓൾ ദോസ് 10 ഐറ്റംസ്. അതിലൊരെണ്ണമാണ് സെയിൽസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CA Govind is conducting stock audit of a borrower availing cash credit facility. ഇതിപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ നമ്മളുടെ? ഓക്കെ, 2B ആയിട്ടുള്ളൂ അല്ലേ. CA Govind is conducting the stock audit of a borrower availing cash credit facility of 120 lakhs. The cash credit facility is against security of paid stocks and debtors up to 90 days. Margin stipulated. Compute the drawing power computation question ആണ്. Again, ബാങ്ക് ഓഡിറ്റിലത്തെ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ, സ്ഥിരം വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. വാല്യൂ ഓഫ് സ്റ്റോക്ക്, ഞാൻ ഇവിടെ കാൽക്കുലേറ്റർ ഒന്ന് എടുത്തോട്ടെ. വാല്യൂ ഓഫ് സ്റ്റോക്ക് 150. ഓക്കെ, വാല്യൂ ഓഫ് സ്റ്റോക്കിൽ നിന്നും ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? നമുക്ക് ഫോർമാറ്റ് തവണ കാണിച്ചു തരാം. ഞാനിവിടെ കാൽക്കുലേറ്റർ കമ്പ്യൂട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കി വയ്ക്കുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ഡ്രോയിങ് പവർ കമ്പ്യൂട്ടേഷന് സ്റ്റാൻഡേർഡായിട്ട് 2 സ്റ്റെപ്സേ ഉള്ളൂ. ലൈക്ക് നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്. ആദ്യം ഡെറ്റേഴ്സോ സ്റ്റോക്കോ ഏതാണെന്ന് വെച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ സ്റ്റോക്ക് അല്ലേ, ഓക്കെ, യു ടേക്ക് ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ആദ്യം എടുക്കുന്നു. എത്രയാണ് വാല്യൂ ഓഫ് സ്റ്റോക്ക്? 150 ലക്ഷം. ഓക്കെ, ഈ 150 ലക്ഷത്തിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഡാമേജ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ആദ്യം മൈനസ് ചെയ്യാം. ഡാമേജ് സ്റ്റോക്ക് ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക. അതേപോലെ ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ബാങ്ക് അത് മൈനസ് ചെയ്യും. കാരണം ബാങ്ക് ആലോചിക്കുന്നത് എത്ര രൂപ ഒരാൾക്ക് കൊടുക്കണം, അതാണ് ഡ്രോയിങ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഹൗ മച്ച് മണി ഷുഡ് ബി ഗിവൺ ടു ദ ബോറോവർ. ആക്ച്വലി എത്ര പൈസ കൊടുക്കുന്നുള്ളത് ഇറ്റ് ഇസ് ഡ്രോയിങ് പവർ ഓർ സാങ്ഷൻ ലിമിറ്റ് വിച്ച് എവർ ഇസ് ലോ. അപ്പോൾ സാങ്ഷൻ ലിമിറ്റ് ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ടോ, ഇനി ഡ്രോയിങ് പവർ കൂടി കണ്ടുപിടിക്കും, വിച്ച് എവർ ഇസ് ലോ മാത്രമേ കിട്ടത്തുള്ളൂ. സോ ഡ്രോയിങ് പവർ ഇസ് ബേസിക്കലി എത്രമാത്രം പൈസ സേഫ് ആയിട്ട് ഈ ബോറോവറിന് കൊടുക്കാൻ വേണ്ടി പറ്റും, ഇവൻ്റെ നിന്ന് എത്ര മാത്രമാണോ റിക്കവർ ചെയ്യാൻ പറ്റുന്നത് അത്രേ അവന് കൊടുക്കത്തുള്ളൂ. ഒരു ബോറോവറിനെ കൊണ്ട് എത്രയാണോ തിരിച്ചടയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവനിൽ നിന്ന് ഇൻ കേസ് വേഴ്സ് കേസ് സിനാരിയോ ബോറോവർ പൈസ കൊണ്ട് മുങ്ങുവാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് എത്ര റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്ര മാത്രമേ അവന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അവൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ അവന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിന് റിസ്ക് എലമെൻറ്റാണ്. സോ
in the event of the borrower turning NPA, the bank want to recover the money from the borrower's assets. അതിന് വേണ്ടിയിട്ട് നോക്കുന്ന അസറ്റ്സ് സ്റ്റോക്കും അതേപോലെ ഡെറ്റേഴ്സും ആണ്. സ്റ്റോക്കും ഡെറ്റേഴ്സും ആണ് എടുക്കുക. റിയൽ എസ്റ്റേറ്റും ഷെയർ ക്യാപിറ്റലും ക്യാഷ് ഒന്നും എടുക്കത്തില്ല. കാരണം റിയൽ എസ്റ്റേറ്റ്, ലാൻഡ്, ബിൽഡിംഗ് ഒക്കെ ഈ ബോറോവർ പൈസ പറ്റിച്ചു കഴിഞ്ഞാൽ ലാൻഡും ബിൽഡിങ്ങും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ പോലെ അത് വിറ്റ് കാശാക്കി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലാൻഡിനെയും ബിൽഡിങ്ങിനെയും ബാങ്ക് സെക്യൂരിറ്റി ആയിട്ട് എടുക്കില്ല എന്നല്ല, ഡ്രോയിങ് ഫോർ കമ്പ്യൂട്ടേഷനിൽ ഏറ്റവും ഈസിലി കൺവേർട്ടബിൾ ആക്കി മാറ്റാവുന്ന, ബാങ്കിന് അക്വയർ ചെയ്യാൻ പറ്റുന്ന 2 അസറ്റ്സിനാണ് ബാങ്ക് കൺസിഡർ ചെയ്യുക. അതാണ് സ്റ്റോക്കും ഡെറ്റേഴ്സും. ക്യാഷ് എടുത്തുകൂടെ ചോദിക്കാറുണ്ട് ചില ആൾക്കാർ. ക്യാഷ് എടുക്കാൻ പാടില്ല. കാരണം ക്യാഷ്, ഇന്ന് കാണുന്ന ക്യാഷ് ചിലപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫുൾ അപ്രത്യക്ഷമായെന്ന് വരാം. അപ്പോൾ അതുകൊണ്ടൊന്നും ക്ലയൻറ്റിൻ്റെ കയ്യിൽ, ഇപ്പോൾ ബോറോവറിൻ്റെ കയ്യിൽ ഇപ്പോൾ കാണുന്ന കാശ് കണ്ടിട്ടൊന്നും ബാങ്ക് എന്ത് ചെയ്യത്തില്ല, ലോൺ കൊടുക്കത്തില്ല. ബോറോവറിൻ്റെ സ്റ്റോക്കും ഡെറ്റേഴ്സും എടുക്കുക. സ്റ്റോക്കിൻ്റെ വാല്യൂ നിന്നും ഡാമേജ് സ്റ്റോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യും. ക്രെഡിറ്റേഴ്സ്, അതായത് ബാങ്കിനെ പോലെ തന്നെ വേറെയും ആൾക്കാർക്ക് പൈസ കിട്ടാനുണ്ടാവുമല്ലോ, അവർ ഇൻ ദി ഇവന്റ് ഓഫ് ദിസ് ബോറോവർ ടേണിംഗ് NPA, ഈ ബാങ്കിന് കിട്ടാനില്ലാത്ത പോലെ തന്നെ മറ്റ് ബാങ്കുകൾക്കും പൈസ കിട്ടാനുണ്ടാവും. അവരും വന്നിട്ട് സ്റ്റോക്ക് മോട്ടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. സോ മറ്റ് ക്രെഡിറ്റേഴ്സിൻ്റെ എന്തെങ്കിലും ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ വാല്യൂ കുറയ്ക്കുക. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഒരു ബാലൻസ് ഉണ്ടാവും. ആ ബാലൻസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാർജിൻ മൈനസ് ചെയ്യണം. ഇപ്പോൾ കിട്ടുന്ന ബാലൻസിൽ നിന്നും നമ്മളൊരു പെർസെൻറ്റേജ് മാർജിൻ, ആ മാർജിൻ എപ്പോഴും ക്വസ്റ്റ്യനിൽ പറയും. എന്നിട്ട് കിട്ടുന്നതാണ് റിസൾട്ട് ഓഫ് സ്റ്റെപ്പ് നമ്പർ 1. ഓക്കെ ആണോ? അതേപോലെ തന്നെ ഡെറ്റേഴ്സ് എടുക്കുന്ന സമയത്ത് വാല്യൂ ഓഫ് ഡെറ്റേഴ്സ് എടുക്കുക. ഈ ഡെറ്റേഴ്സ് എടുത്തിട്ട് വാല്യൂ ഓഫ് ഡെറ്റേഴ്സ് എത്രയാണെന്ന് നോക്കുക. ഈ ക്വസ്റ്റ്യൻ മിക്ക ഡെറ്റേഴ്സ് തന്നിട്ടുണ്ടാവും. വാല്യൂ ഓഫ് ഡെറ്റേഴ്സ് വന്നിട്ട് 55 ലക്ഷം. 55 ലക്ഷത്തിൻ്റെ ഡെറ്റേഴ്സ്. അതിൽ നിന്നും മോർ ദാൻ 3 മന്ത്സ് ആയിട്ട് ഡ്യൂ ആയിട്ട് നിൽക്കുന്ന വല്ലവന്മാരുണ്ടെങ്കിൽ അവരെ മൈനസ് ചെയ്യുക. കാരണം എന്താ, ഡെറ്റേഴ്സിനെ നമ്മൾ ബാങ്ക് കൺസിഡർ ചെയ്യുന്നില്ല. ഇൻ ദ ഇവന്റ് ഓഫ് ബോറോവർ നോട്ട് പേയിങ്, ബോറോവറിൻ്റെ ഡെറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ബാങ്കിന് പൈസ വാങ്ങിക്കാം. പക്ഷേ ഏതെങ്കിലും ബോറോവർ ഈ ക്ലയൻറ്റിനെ, ബാങ്കിനെ പറ്റിക്കുന്ന, ബോറോവറിനെ പറ്റിക്കുന്ന ഡെറ്ററിനെ വീണ്ടും എടുത്ത് ബാങ്ക് തലവെക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ അങ്ങനത്തെ ഡെറ്റേഴ്സ് 3 മാസത്തിൽ കൂടുതലായിട്ട് ഓവർ ഡ്യൂ ആയിട്ട് നിൽക്കുന്ന വല്ല ബോറോവേഴ്സ്, മറ്റേ ഡെറ്റേഴ്സും ഉണ്ട് ഈ ബോറോവറിനെങ്കിൽ ആ ഡെറ്റേഴ്സിനെ മൈനസ് ചെയ്ത് കളയുക. മോർ ദാൻ 3 മന്ത്സ് ആയിട്ട് ഡ്യൂ ആയി നിൽക്കുന്നവന്മാരെ മൈനസ് ചെയ്ത് കളയുക. എന്നിട്ട് കിട്ടുന്ന ഈ ബാലൻസ് ഫിഗറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻ ഒരു പെർസെൻറ്റേജ് മാർജിൻ മൈനസ് ചെയ്യും. അത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടാവും. എന്നിട്ട് കിട്ടുന്നതാണ് എന്തുവാ, നമ്മുടെ റിസൾട്ട് ഓഫ് സ്റ്റെപ്പ് നമ്പർ 2. ഓക്കെ, നമുക്ക് ഇത് സോൾവ് ചെയ്ത് നോക്കാം. ഡാമേജ് സ്റ്റോക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. വാല്യൂ ഓഫ് സ്റ്റോക്ക് ഫുള്ളി ഡാമേജ് ഇൻക്ലൂഡ് ദി അബവ് 30 lakhs ഉണ്ട്. സോ 30 lakhsൻ്റെ ഡാമേജ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക. ക്രെഡിറ്റേഴ്സ് ഉണ്ടോ? ക്രെഡിറ്റേഴ്സ് 60 ലക്ഷം. സോ 60 ലക്ഷം മൈനസ് ചെയ്യുക. സോ 150 മൈനസ് 90 എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഇസ് 60, റൈറ്റ്? 90 + 60 അല്ലേ 150? യെസ്. നൗ പെർസെൻറ്റേജ് മാർജിൻ എത്ര പെർസെൻറ്റേജ്? സ്റ്റോക്കിൻ്റെ പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ടോ? ദ മാർജിൻ സ്റ്റിപ്പുലേറ്റഡ് 30% ഫോർ സ്റ്റോക്ക്. സ്റ്റോക്കിന് 30% ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 30% മാർജിൻ മൈനസ് ചെയ്യണം. വി ഹാവ് ടു മൈനസ് 30% മാർജിൻ. 30% ഓഫ് എന്താണ്, ഈ ബാലൻസിൽ നിന്നാണ് 30% എടുക്കേണ്ടത്. അപ്പോൾ 60ൻ്റെ 30% എന്ന് പറയുമ്പോൾ 18 ആണ്. ഈ 18 കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത്രേ ബാക്കിയുള്ളൂ, 42 ആണ് റിസൾട്ട് ഓഫ് സ്റ്റെപ്പ് നമ്പർ 1. ഇതെവിടെ ഇരിക്കട്ടെ, റിസൾട്ട് ഓഫ് സ്റ്റെപ്പ് നമ്പർ 1 ഇതെവിടെ ഇരിക്കട്ടെ. ഇനി അതേപോലെ ഡെറ്റേഴ്സിൻ്റെ മൊത്തം വാല്യൂ വന്നിട്ട് 55 ലക്ഷം. അതിൽ 3 മന്ത്സിൽ കൂടുതലായിട്ട്, 3 മന്ത്സ് എന്ന് പറഞ്ഞാൽ 90 ഡേയ്സിൽ കൂടുതലായിട്ട് നിൽക്കുന്നവർ 15 പേരുണ്ട്. ആ 15 മൈനസ് ചെയ്യുക. 55ൽ നിന്നും 15 മൈനസ് ചെയ്യുമ്പോൾ 40 കിട്ടും. ആ 40ൽ നിന്നും വേണം എന്ത് ചെയ്യാൻ, ഈ മറ്റേ മാർജിൻ മൈനസ് ചെയ്യാൻ. 40% ആണ് മാർജിൻ പറഞ്ഞേക്കുന്നത്, 40% ആണ്. സോ 40ൻ്റെ 40% എന്ന് പറയുമ്പോൾ 16 ആയിരിക്കും. 16 ആണ്. ആ 16 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 24 കിട്ടാൻ ചാൻസ് ഉള്ളത്. സോ ദിസ് ഇസ് സ്റ്റെപ്പ് നമ്പർ 2. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഡ്രോയിങ് പവർ കണ്ടുപിടിക്കുക. നൗ ഡ്രോയിങ് പവർ എന്ന് വെച്ചാൽ എന്താണ്? ഡ്രോയിങ് പവർ വിൽ ബി, ഇതിൽ ആൻസർ, ദ ഫൈനൽ ആൻസർ ഡ്രോയിങ് പവർ ഇസ് നമ്മുടെ റിസൾട്ട് ഓഫ് സ്റ്റെപ്പ് നമ്പർ 1 പ്ലസ് റിസൾട്ട് ഓഫ് സ്റ്റെപ്പ് നമ്പർ 2. 42 പ്ലസ് 24 എന്ന് പറഞ്ഞാൽ 66 ലക്ഷം. ഈ ക്വസ്റ്റിൽ സാങ്ഷൻ്റെ ലിമിറ്റ് തന്നിട്ടുണ്ടോ നോക്കുക. സാങ്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 120 lakh അല്ലേ. ദ ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഈസ് ദെയർ ഫോർ 120 lakhs. പക്ഷേ 120 lakhs ഇവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൈസ കിട്ടത്തില്ല. ഇവൻ എത്ര കിട്ടത്തുള്ളൂ? ഈ പറയുന്ന 66 ലക്ഷം വരെ കിട്ടത്തുള്ളൂ. ബിക്കോസ് ഡ്രോയിങ് പവർ ഷുഡ് ബി, ഡ്രോയിങ് പവർ അല്ല, ഈവൻ ദ amount of lending
120 lakhs എന്തോ ഉണ്ടായിരുന്നില്ലേ ക്വസ്റ്റിൽ ഡ്രോയിങ് സാങ്ഷൻ ലിമിറ്റ് ഇസ് 120 lakh. സാങ്ഷൻ ലിമിറ്റ് 120 lakhs ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഡ്രോയിങ് പവർ എത്രയേ ഉള്ളൂ? 66 ഉള്ളൂ. സോ amount of lending, എത്ര മാത്രമേ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ, is the short is whichever is low of 66 or what, whichever is low of drawing power or sanction limit. എത്രയാണത്? 66 മാത്രമേ അപ്പോൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഇസ് ദി ആൻസർ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നോക്കി വയ്ക്കുക. ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ എക്സാമിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സ്റ്റോക്ക് ഡെറ്റേഴ്സ് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടേഷൻ. ഫൈൻ, ഇത് സ്ഥിരം വരുന്നതാണ്, ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Planning is not a discrete phase of an audit, but rather a continual iterative process. Okay, that often begins shortly after completion of previous audit. നമ്മൾ നേരത്തെ സെയിം ക്വസ്റ്റ്യൻ, സെയിം ആൻസർ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. Explain and discuss the key matters that need to be considered by the auditor prior to the identification and assessment of ROM. Okay, ഇതും ഒരു 1 of 5 kind ക്വസ്റ്റ്യൻ ആണ്. essay 300 ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ essay 300 സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടിപ്പിക്കൽ ടോപ്പിക്സ് അല്ലാണ്ട് വളരെ ജനറലായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ടോപ്പിക് ഉണ്ട്, തിയറി. അതിൽ നിന്നും വരുന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സംഭവം. അതായത് റിസോഴ്സസിൻ്റെ NTE തീരുമാനിക്കുന്നത് എവിടെയാണ്? സ്ട്രാറ്റജിയിലാണ്. പക്ഷെ അതേസമയം ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ NTE തീരുമാനിക്കുന്നത് എവിടെയാണ്? പ്ലാൻ സ്റ്റേജിൽ. നമ്മൾ essay 300 പറയാറുണ്ടല്ലോ ചില ക്ലാസിക് സെൻറ്റൻസുകളുണ്ടെന്ന്. അതായത് ഓഡിറ്റിൻ്റെ ഓവറോൾ നേച്ചർ, ടൈമിംഗ്, ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് സ്ട്രാറ്റജി സഹായിക്കും. ഓഡിറ്റ് ഇഫക്റ്റീവും എഫിഷ്യൻറ്റുമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ സഹായിക്കും. അതേപോലെ NTE ഓഫ് റിസോഴ്സസ് തീരുമാനിക്കുന്നത് സ്ട്രാറ്റജിയിലാണ്. പക്ഷേ NTE ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് തീരുമാനിക്കുന്നത് പ്ലാനിലാണ്. അതായത് നമ്മൾ PEA ചെയ്ത് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് പ്ലാനും ഡെവലപ്പ് ചെയ്തതിന് ശേഷം പിന്നീട് ആ പ്ലാൻ പ്രകാരമായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് ഫർദർ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുന്നത് എന്നൊരു തിയറി പോർഷൻ നമ്മൾ പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ദാറ്റ് ഈസ് ഇൻ പേജ് നമ്പർ 36. Okay, planning involves considering all the activities and procedures that has to be completed prior to performance of further procedures like നമ്മുടെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുക, മെറ്റീരിയാലിറ്റി ഫിക്സ് ചെയ്യുക, എക്സ്പേർട്ടിൻ്റെ വർക്ക് യൂസ് ചെയ്യുക, റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുക, ഈ എൻറ്റിറ്റിനെ എൻവയോൺമെൻറ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ ഓൾ ദീസ് തിങ്സ് വിൽ ബി ഡൺ only as per the plan you are going to make. Before doing all these things, prior to all these things, you have to create a audit plan എന്ന് പേജ് നമ്പർ നമുക്ക് 36 കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ടോപ്പിക്കാണ് പ്ലാനിങ് ഹാസ് ടു ബി കംപ്ലീറ്റഡ് പ്രയർ ടു ദ പെർഫോമൻസ് ഓഫ് 1 to 6 ഈ പോയിന്റ്സ്, 1 to 5 ഈ 5 പോയിന്റ്സ്. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കുന്നത്. പ്ലാനിങ്ങിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ 5 കാര്യങ്ങളാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. സോ ആ ഒരു ടോപ്പിക്ക് യൂഷ്വലി അങ്ങനെ സ്ഥിരം ക്വസ്റ്റ്യനിൽ വരുന്നൊരു ഏരിയ അല്ല. പക്ഷേ ഇത്തവണത്തെ MTP 1 ഇത് വളരെ സ്ട്രേഞ്ച്ലി കാണുന്നു. അത് നോക്കി വയ്ക്കുക. ദേ ലൈക്ക് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, കണ്ടിട്ടുണ്ട്, മുമ്പും വന്നിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് കുറച്ച് അറ്റംപ്റ്റ് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ദിസ് ഈസ് എൻ ഏരിയ വെയർ ICS ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് മുമ്പും ചോദിച്ചിട്ടുണ്ട്. മേ ബി ആ ഒരു പഴയ ട്രെൻഡ് വെച്ചിട്ട് ഒരു ഓർമ്മ എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് നോക്കുക. അടുത്തത് ആസ് പെർ essay 300. ഓക്കെ, അത് പറഞ്ഞല്ലോ. ഓക്കെ, ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ചാപ്റ്റർ. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ചാപ്റ്റർ എന്നുള്ള ആണ്. ഐ തിങ്ക് ഇൻ വ്യൂ ഓഫ് ദി അബൌട്ട് ഡിസ്കസ് ദ സ്പെഷ്യൽ ടൈപ്പ് ഹോസ്പിറ്റൽസ് ആണ് ചോദിച്ചേക്കുന്നത്. MTP 1 ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ഹോസ്പിറ്റൽ. നമുക്ക് ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്, തിയേറ്ററുണ്ട്, NGO ഉണ്ട് അല്ലേ? ഇതിൽ ഹോസ്പിറ്റലാണ്. ഇൻ വ്യൂ ഓഫ് ദി അബൌട്ട് ഡിസ്കസ് ദ സ്പെഷ്യൽ സ്റ്റെപ്പ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് യു ഹാവ് ടു അപ്ലൈ വൈൽ ഓഡിറ്റിംഗ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിനെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇത് എന്തൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം? സ്പെഷ്യൽ സ്റ്റെപ്പ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് യു ഷുഡ് അപ്ലൈ വൈൽ ഓഡിറ്റിംഗ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. റൈറ്റ്. ഓക്കെ, ബിൽസ് ഹാസ് നോട്ട് ബീൻ ഇഷ്യൂഡ്. അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഇഷ്യൂസ് ആണെന്ന്. ആ ഇഷ്യൂ സ്പെസിഫിക് ആയിട്ട് ഈ ഓരോ ഇഷ്യൂവിനെയും അഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ചെയ്യണം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒരു റീഡ് ഓൺലി ക്വസ്റ്റ്യൻസ് ആണ്, കൺസെപ്റ്റ് അല്ല. നിങ്ങൾക്ക് 2-3 വർഷം വായിച്ചിട്ട് കുറച്ചൊക്കെ ഒരു പൊടിക്ക് ഓൺവേർഡ്സ് ആക്കാനും പറ്റുന്ന, കാരണം ഇതൊന്നും SAയോ അല്ലെങ്കിൽ ആക്റ്റോ കമ്പനീസ് ആക്റ്റോ ഒന്നും അല്ല നീ ഇതിൽ കോട്ട് ചെയ്യുന്നത്. കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ആർട്ടിക്കൽഷിപ്പിനെ നിങ്ങൾക്ക് നാളെ ഭാവിയിൽ പോകുന്ന സമയത്ത് ആർട്ടിക്കൽഷിപ്പ് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി തരിക, ഒരു എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആർട്ടിക്കൽഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക, അങ്ങനെ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടുള്ള ചാപ്റ്ററാണ് ഈ സംഭവം.
അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ബിൽസ് ഹാസ് നോട്ട് ബീൻ ഇഷ്യൂഡ് ടു സം പേഷ്യൻസ് ഈവൻ ദോ ദേ വർ റെക്കോർഡ് ഇൻ ദ പേഷ്യൻ രജിസ്റ്റർ. അപ്പോൾ ബില്ലിംഗ് സോഫ്റ്റ്വെയർ എങ്ങനെയൊക്കെയാണ്, ബില്ലിംഗ് ഇതിൻ്റെ ഇഷ്യൂ ആരാണ് ചെയ്യുന്നത്, ഇത് സീരിയലി നമ്പർഡ് ആയിട്ടാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്, അത്തരം കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. സഡൻ ഡൊണേഷൻസ് റിസീവ് ഫോർ സെറ്റിംഗ് ഓഫ് ഡയാലിസിസ് യൂണിറ്റ് വെയർ യൂട്ടിലൈസ് ഫോർ ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്. അപ്പോൾ ഈ ഡൊണേഷൻ കിട്ടിയതിനെ വേറെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓതറൈസേഷൻ കിട്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് നോക്കുക. ഓതറൈസേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് റോങ് അക്കൗണ്ടിങ് ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ എടുത്തിട്ട് ഡിസലവ് ചെയ്യേണ്ടതായിട്ട് വരും. ഗ്രാൻസ് റിസീവ് ഫ്രോം എ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം വെയർ റെക്കോർഡഡ്. AS12 പ്രകാരം ഗവൺമെൻറ് ഗ്രാൻസ് അതിൻ്റെ സപ്പോർട്ടിങ് എവിഡൻസ് ഒന്നും കിട്ടുന്നില്ല അല്ലേ. ഇഫ് ദ ഗവൺമെൻറ് ഗ്രാൻസ് കണ്ടീഷൻസ് ആർ നോട്ട് മെറ്റ് ഇറ്റ് വിൽ ബിക്കം റീഫണ്ടബിൾ ഓൾസോ. എ ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ലാർജ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് ഇൻ സപ്ലൈസ്. ദർ വർ നോ പ്രോപ്പർ റെക്കോർഡ്സ്. സോ ഹോസ്പിറ്റലിൻ്റെ സ്റ്റോക്ക് റെക്കോർഡ്സ് ചെക്ക് ചെയ്യണം. ദർ വർ സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് ബഡ്ജറ്റഡ് ആൻഡ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ പർട്ടിക്കുലർ ഇൻ സ്റ്റാഫ് സാലറി. നോ എക്സ്പ്രഷൻ വാസ് ഡോക്യുമെൻറ്റഡ്. സോ സ്റ്റാഫുമായിട്ട് സാമ്പിൾ ബേസിസിലെങ്കിൽ നമുക്ക് സ്റ്റാഫുമായിട്ട് കൺഫർമേഷൻസ് നേരിട്ട് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുക. അതേപോലെ സാലറി സ്റ്റേറ്റ്മെൻറ്റ്സും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ദീസ് ആർ ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അവർ തന്നെ കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട്, ആ ഇഷ്യൂസ് ചെക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൽ ശരിക്കും ഇഷ്യൂസ് ഉണ്ടോ നോക്കാനായിട്ട് എന്തൊക്കെ ചെക്ക് ചെയ്യും, അങ്ങനത്തെ ടോപ്പിക്കാണ്. രജിസ്റ്റർ ഓഫ് പേഷ്യൻസ് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അതേപോലെ കളക്ഷൻ ഓഫ് ക്യാഷ്, ചെക്ക് ദ ക്യാഷ് കളക്ഷൻസ് ആർ സെൻഡഡ് ദ ക്യാഷ് ബുക്ക് വിത്ത് ദ റെസീപ്റ്റ്സ്, കൗണ്ടർ ഫോയിൽസ് എക്സെട്ര. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, റെൻറ്റ് എക്സെട്ര നോക്കണം. ലെഗസീസും ഡൊണേഷൻസും ഇറ്റ് ഹാസ് ടു ബി അപ്ലൈഡ് ഫോർ ദ പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഇസ് ടേക്കൺ. സബ്സ്ക്രിപ്ഷൻ ഇൻകം വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിങ് പ്രോപ്പറായിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ. ഓതറൈസേഷൻസ് ആൻഡ് സാങ്ഷൻ, ഡൊണേഷൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ സംബന്ധിക്കുന്ന ഓതറൈസേഷൻസ് കൃത്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ. ഗ്രാൻസ് ആൻഡ് TDSൻ്റെ പ്രോപ്പർ അക്കൗണ്ടിങ് തന്നിട്ടുണ്ടോ. കമ്പയർ ദ ബഡ്ജറ്റ്സ് വിത്ത് ദി ആക്ച്വൽസ് ആൻഡ് സീ വെദർ ദേർ ഇസ് സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻസ്. ഇതൊക്കെ ചെക്ക് ചെയ്യണമെന്നേ അവരും പറഞ്ഞിട്ടുള്ളൂ. ഇത് പ്രോപ്പർ നമ്മുടെ ആ ഫ്രെയിം വർക്ക് ഉണ്ടല്ലോ, ഒരു വിബ്ജിയോർ ഫ്രെയിം വർക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളുടെ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ചാപ്റ്ററിൽ ഒരു സ്ഥാപനത്തിനെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് പറയാനായിട്ട് നമുക്കൊരു ഫ്രെയിം വർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ വന്നിട്ട് ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ചെക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ഇൻഫ്ലോസ് ഔട്ട്ഫ്ലോസ്, ചാർട്ടർ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യുക, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്, ഇൻറ്റേർണൽ കൺട്രോൾ. ഞാനൊന്ന് എടുത്തോട്ടെ അവസാനം, അത് ഒരു മിനിറ്റ്. 300 700 കഴിഞ്ഞ് കാരോ കഴിഞ്ഞിട്ട് ബാങ്ക് ഓഡിറ്റും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബുക്കിൽ ആ ചാപ്റ്റർ വരുന്നത്. ഓക്കെ, യെസ്. ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ നമ്മൾ ആ ഒരു ഫ്രെയിം വർക്ക് പഠിക്കാറുണ്ട്. ആ ഫ്രെയിം വർക്ക് ബേസ്ഡ് ആയിട്ടാണ് May 25 പാസ് എക്സാമിന് വന്നിട്ടുണ്ട്, Jan 25 RTP, Jan 25 എല്ലാ പാസ് എക്സാമിനും വരുന്നതാണ്. ജനുവരിയിൽ സ്കൂളാണ് വന്നിട്ടുള്ളത്, സെപ്റ്റംബറിൽ May 25 ക്വസ്റ്റ്യൻ പേപ്പറിൽ പാസ് എക്സാമിൽ സിനിമ തിയേറ്റർ വന്നു. സോ സ്കൂൾ വന്നു റീസൺ അറ്റംപ്റ്റിൽ. ഓക്കെ നോക്കിയാൽ Jan 25 പാസ് എക്സാം കോഴ്സിൽ സ്കൂൾ വന്നു, May 25 പാസ് എക്സാം കോഴ്സിൽ സിനിമ തിയേറ്റർ വന്നു. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ May 25 സെപ്റ്റംബർ 25 RTPയിൽ വന്നില്ലേ, MTPയിൽ വന്നില്ലേ, എക്സാമിനും ഹോസ്പിറ്റലിൽ വരാനപ്പോൾ നല്ല ചാൻസസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ ഹോസ്പിറ്റലിൻ്റെ ഈ പറയുന്ന ഇൻഫ്ലോസിനും ഔട്ട്ഫ്ലോസും ഇൻഫ്ലോസും നമ്മുടെ ബ്ലൂ കളർ, ഗ്രീൻ കളർ, യെല്ലോ കളർ പോയിന്റ്സ് ആണ് മെയിനായിട്ടും വന്നേക്കുന്നത്. സോ യു ഹാവ് ടു സ്റ്റഡി. ഇതുപോലെ എക്സാമിനും ഈ പറഞ്ഞ മിനിമം ഇത്രയും ഇവർ 13 പോയിന്റ്സ് തന്നിട്ടുണ്ട്. 13 പോയിന്റ് ഒന്നും വേണ്ട, മിനിമം ഒരു 6 പോയിന്റ്, ഇഷ്ടമുള്ളൊരു 6 പോയിന്റ് പഠിച്ചു വയ്ക്കാം. ഇവർ സ്പെസിഫിക്കലി ഇഷ്യൂസും വേണ്ടിട്ടുണ്ട്. ആ ഇഷ്യൂസ് ഓരോന്ന് അഡ്രസ് ചെയ്യണം. 1 2 3 4 5 6 അല്ലേ, 6 ഇഷ്യൂവിന് ആക്ച്വലി 6 പോയിന്റ്സ്, 1 2 3 4 5 6 6 പോയിന്റ്സ് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. എനി 6 പോയിന്റ്സ് യു ക്യാൻ സ്റ്റഡി, അതിലൊന്നും വലിയ വിഷയമില്ല. ആ ഫ്രെയിം വർക്ക് നോക്കിയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. During the course of audit of a company, NP Limited has noticed that a company's financial position is very precarious. Management is unable to, precarious very difficult ആണ്. Management is unable to pay creditors. അപ്പോൾ going concern affect ആവാൻ ചാൻസ് ഉണ്ട് in a great timeline. He is of the view, management of the view that events or conditions has been identified that may cast doubt on the going concern. He wants to obtain sufficient evidence to determine whether or not a material uncertainty relating to event or conditions that may cast significant doubt on the entity's going concern is there, which additional procedure need to be performed by him as per SA 570. Direct question. SA 570 നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? We have to see whether how far the management's assumption of going concern is appropriate. ഇനി going concern appropriate ആണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ SA 570 പറയുന്നുണ്ട്. അതായത് നമ്മളുടെ ഭാഗത്ത് നമ്മൾ ഈ SA 315 പ്രകാരം എൻറ്റിറ്റിനെയും എൻവയൺമെൻറ്റിനെ മനസ്സിലാക്കുന്ന സമയത്ത് ഗോയിങ് കൺസേൺ എഫക്ട് ചെയ്യുന്ന വല്ല സിറ്റുവേഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് അസസ് ചെയ്യാം. അതേപോലെ ഗോയിങ് കൺസേൺ എഫക്ട് ചെയ്യുന്ന വല്ല ഫിനാൻഷ്യൽ, ഓപ്പറേഷണൽ, അതർ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടോ എന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ആൻഡ്
ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഗോയിങ് കൺസേണിനെ പ്രിസർവ് ചെയ്യാൻ ആവശ്യമായിട്ട് മാനേജ്മെൻറ്റ് എന്ത് ആക്ഷൻസ് ആണ് എടുത്തേക്കുന്നത്, അവരെന്നാണ് വെൻ വാസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ഗോയിങ് കൺസേൺ അസസ്മെൻറ്റ് എപ്പോഴാണ് നടത്തിയിട്ടുള്ളത്. ഇഫ് ഇറ്റ് വാസ് നോട്ട് ഡൺ ആസ് ദം ടു ഡു ഇറ്റ്, അത് പണ്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ഒന്നുകൂടെ ചെയ്ത് നോക്കാൻ പറ. ആൻഡ് റീസെൻ്റ്ലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വല്ല അൺസർട്ടനിറ്റീസും കണ്ടിട്ടുണ്ടോ ചോദിക്കുക, ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദീസ് ആർ ദ തിങ്സ് വി ഹാവ് ടു ഡു, റൈറ്റ്. Obtain sufficient appropriate evidence about the appropriateness of the management's use of going concern, check whether there's any uncertainty. As per 315 നമ്മൾ മറ്റേ ചില എൻക്വയറീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിസ്ക് മാനേജേഴ്സിനടുത്തും സെയിൽസ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചില കാര്യങ്ങൾ എൻക്വയറി നമ്മൾ ചെയ്യുമായിരുന്നു 315. ആ എൻക്വയറീസിലൂടെ നമുക്ക് ഗോയിങ് കൺസേണെ എഫക്റ്റ് ആക്കുന്ന വല്ല ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പറ്റും. വി ഷൽ ഓൾസോ ഡിറ്റർമിൻ വെദർ മാനേജ്മെന്റ് ഹാസ് ഓൾറെഡി പെർഫോംഡ് ഇൻ അസസ്മെന്റ്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വീണ്ടും ചെയ്യാൻ പറയുക. ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ, ഹൗ ആർ ദേ ഗോൺ പ്ലാനിങ് ടു അഡ്രസ് ദ സെയിം, ഇതൊക്കെ ചോദിക്കുക. ഈ ഒരു ടോപ്പിക്, ഈ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്തവണ വന്നിട്ടുള്ളത്. വിച്ച് പ്രൊസീജിയേഴ്സ് യു ഹാവ് ടു ഡു, ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, മാനേജ്മെൻറ്റ് ആ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറയുക. ഇവാലുവേറ്റ് ദ മാനേജ്മെൻറ്റ്സ് പ്ലാൻ ഫോർ ഫ്യൂച്ചർ ആക്ഷൻ. ഇഫ് ദ എൻറ്റിറ്റി ഹാസ് പ്രിപ്പയർഡ് എ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് എക്സെട്ര, ഇവാലുവേറ്റ് ദ റിലയബിലിറ്റി ഓഫ് ദി അൺലൈൻ ഫോർകാസ്റ്റ്, ഡിറ്റർമിൻ വെദർ ദിസ് അഡിക്വേറ്റ് സപ്പോർട്ട്. ഓക്കെ, അവരുടെ മാനേജ്മെൻറ്റിൻ്റെ അൺസർട്ടനിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ റെസ്പോൺസും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. He is of the view that events or conditions has been identified. He wants to obtain evidence to determine whether or not a mental uncertainty. So ഇവിടെ ഒബ്ജക്റ്റീവ് മാത്രം പറഞ്ഞാൽ പോലെ, ഒബ്ജക്റ്റീവ് പറയാം. അതിനുശേഷം ഈ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ, വി ഹാവ് ടു റിക്വസ്റ്റ് ദ മാനേജ്മെന്റ് ടു മേക്ക് പ്രോപ്പർ അസസ്മെന്റ്, ഇവാലുവേറ്റ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, കൺസിഡർ റിലയബിലിറ്റി ഓഫ് ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ്. ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് അതിൻ്റെ റീസണബിൾസ് എങ്ങനെ ചെക്ക് ചെയ്യുക. ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് എല്ലാ ഇൻഫർമേഷൻസും ഫോർകാസ്റ്റുകളും ബഡ്ജറ്റ്സും ഒക്കെ അസംഷൻ ബേസ്ഡ് ആണ്. ആ അസംഷൻസിലത്തെ റീസണബിലിറ്റിയും അതേപോലെ ഈ പറഞ്ഞ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തേക്കുന്ന ഡേറ്റയുടെ റിലയബിലിറ്റി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഓൾസോ വെദർ ലാസ്റ്റ് അവരുടെ അസസ്മെൻറ്റിന് ശേഷം ഏതെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. യെസ്, ഈ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചോദിക്കാറുള്ളത് തന്നെയാണ്. ജാൻ 25 MTPയിലൊക്കെ വന്നിട്ടുണ്ട്, ജാൻ 25 RTPയിൽ വന്നിട്ടുണ്ട്. യെസ്, അതൊരു ചോദിക്കാവുന്ന ടോപ്പിക്കാണ്. Okay, next question. Question number, ഇതിപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ്റെ സി പാർട്ടിലോട്ട് നമുക്ക്, ഫോർത്ത് ക്വസ്റ്റ്യൻ ആയിക്കഴിഞ്ഞു. അല്ല സോറി തേർഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ സി. RJ Limited has expanded its operations from a single Indian state to multiple countries worldwide. Joint auditors jointly responsible ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്? സിമ്പിൾ, SA 299 സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. ഇതെനിക്ക് തോന്നുന്നു ജോയിൻറ്റ് ഓഡിറ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് റീസെൻ്റ്ലി ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നില്ല. May 25 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിരുന്നു. ജോയിൻറ്റ് ഓഡിറ്റേഴ്സിൻ്റെ ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റി തന്നെ വന്നതെന്ന് തോന്നുന്നു. സോ ഐ തിങ്ക് ഇതിപ്പോൾ May 25 ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി അവർ ക്വസ്റ്റ്യൻ ആക്കിയെന്നേ ഉള്ളൂ. ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരേ ക്വസ്റ്റ്യൻ ജോയിൻറ്റ് ഓഡിറ്റ് എന്നൊക്കെ ചോദിക്കാൻ നോക്കാം. എന്തായാലും ജോയിൻറ്റ് ഓഡിറ്റ് സെവറലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്? ജോയിൻറ്റ് ഓഡിറ്റേഴ്സ് സെവറലി റെസ്പോൺസിബിൾ ആവുന്ന അൺഡിവൈഡഡ് വർക്ക്, അല്ലെങ്കിൽ മ്യൂച്വലി അഗ്രി ചെയ്തിട്ട് തന്നെ അവർ ഡിസൈഡ് ചെയ്യാം. അങ്ങനെ അൺഡിവൈഡ് ചെയ്ത് വെക്കുന്ന വർക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതേപോലെ കോമൺ ഏരിയാസ് മ്യൂച്വൽ ഡിസ്കഷൻ പ്രകാരം കോമൺ ഏരിയാസ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. മാറ്റേഴ്സ് brought to the attention of all by any one of them, any common matters like that, it will become the responsibility of all the joint auditors. FSI AFRF പ്രകാരമാണോ എന്ന് നോക്കുക. അതേപോലെ സ്റ്റാറ്റ്യൂട്ടറി ഡിസ്ക്ലോഷേഴ്സും സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ചെക്ക് ചെയ്യുക. പിന്നെ മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസ് ഒരു കോമൺ ഓഡിറ്റ് റിപ്പോർട്ടിൽ എടുത്തുക. ഇതെല്ലാമാണ് എല്ലാ ജോയിൻറ്റ് ഓഡിറ്റേഴ്സിൻ്റെയും ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നു അല്ലേ. ഓഡിറ്റ് വർക്ക് വിച്ച് ഇസ് നോട്ട് ഡിവൈഡഡ്, ഡിസിഷൻ ടേക്കൺ ബൈ ഓൾ ദ ജോയിൻറ്റേഴ്സ് റിഗാർഡിംഗ് ദ ജോയിൻറ്റ് ഓഡിറ്റ് പ്ലാൻ ഡിസിഷൻ, അത് ഞാൻ പറയാൻ മറന്നുപോയി. മാറ്റേഴ്സ് ബോട്ട് ദ നോട്ടീസ് ഓഫ് ഓൾ ജോയിൻറ്റേഴ്സ് ബൈ എനി വൺ ഓഫ് ദം, എക്സാമിൻ വിത്ത് ദി FS കംപ്ലൈൻസ് വിത്ത് ദ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്, ഡിസ്ക്ലോഷേഴ്സ് പ്രോപ്പർ ആയിട്ടുണ്ടോ, ആൻഡ് മോസ്റ്റ്ലി ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുക. ഇത് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ തേർഡ് ക്വസ്റ്റ്യൻ ഇസ് ഓവർ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ. The auditor is not required to report on the matters specified in subsection 1 of 143 Companies Act എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Unless he has any special comments to make. Yes, obviously it is the section. Companies Actilte company audit portions il ninnum section 143 subsection 1 about duty to inquire, 143 subsection 3 duty to report, പിന്നെ 143(11) duty to report under CARO. ഇത് മൂന്നും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. നിങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് ചാപ്റ്ററിൽ ഈ 3 സെക്ഷൻസ് ഇൻഡെപ്ത് ആയിട്ട് ഓഡിറ്റിംഗും പഠിക്കാറുണ്ട്. ഓക്കെ,
നൗ 143 സബ്സെക്ഷൻ 1 ഡ്യൂട്ടി ടു എൻക്വയറിലുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് ആ ഡ്യൂട്ടി ടു എൻക്വയറിലത്തെ 6 ക്വസ്റ്റ്യൻ എൻക്വയറീസിൻ്റെ പ്രത്യേകത? ദ ഡ്യൂട്ടി ഇസ് ഫോർ ദി ഓഡിറ്റർ ടു ഇൻക്വയർ. യു ഹാവ് ടു ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ്. കമ്പനീസ് ആക്ട് 2013 ഓഡിറ്റർമാരുടെ ഡ്യൂട്ടീസും റൈറ്റ്സും പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 143. സെക്ഷൻ 143യുടെ ആദ്യത്തെ സബ്സെക്ഷൻ ആയിട്ടുള്ള ഡ്യൂട്ടി 143 സബ്സെക്ഷൻ 1 ആക്ച്വലി 2 റൈറ്റ്സും ഉണ്ട്, ഡ്യൂട്ടിയും ഉണ്ട്. ആ 2 റൈറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ലോയിൽ പഠിക്കുന്നുണ്ടാവും. ഇൻഫാക്ട് ഡ്യൂട്ടി ടു എൻക്വയർ നിങ്ങൾ ലോയിൽ പഠിക്കുന്നുണ്ടാവും. ബട്ട് ഓഡിറ്റിങ്ങിൽ ഈ ഡ്യൂട്ടി ടു എൻക്വയർ നമുക്ക് വീണ്ടും സ്പെസിഫിക്കലി പറയുന്നുണ്ട്. And 143 subsection 1 the duty to inquire is you have to ask these questions. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ അതിനെ സ്പെസിഫിക്കലി വേറെ ഇനി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് ദി റെസ്പോൺസസ് ടു എനി ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് ഇസ് അൺസാറ്റിസ്ഫാക്ടറി ആസ് ഫാർ ആസ് ദി ഓഡിറ്റർ ഇസ് കൺസേൺഡ്, നമ്മൾ എന്ത് ചെയ്യണം? അത് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ടിംഗ് ഓൺ ആസ് പെർ അതർ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള പാരഗ്രാഫ് ഉണ്ടോ? നമ്മൾ 9th പാരഗ്രാഫ് എലമെൻറ്റ്, ഓഡിറ്റ് റിപ്പോർട്ടിലത്തെ 9th എലമെൻറ്റ്, അവിടെ നമ്മൾ പോയിട്ട് വിത്ത് റീസൺസ് കാണിക്കണം. സോ എന്തൊക്കെയാണ് ഡ്യൂട്ടി ടു എൻക്വയർ എന്നായിരിക്കും ചോദ്യം. If you are satisfied, you have no further duty to respond. Explain the matters for which we have to perform this duty to enquire on. എന്തൊക്കെയാണ് കമ്പനി സെക്രട്ടറി 143 സബ്സെക്ഷൻ 1 നമ്മൾ എൻക്വയർ ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, വെദർ ദ ലോൺസ് അഡ്വാൻസസ് മെയ്ഡ് ബൈ ദ കമ്പനി ആർ പ്രോപ്പർലി സെക്യൂർഡ് ആൻഡ് ദ ടേംസ് ഓഫ് ദ ലോൺ ആർ ദേ prejudicial to the interest of the company. Whether transaction represent merely as book credits are they prejudicial to the interest of the company. Whether the company is not a banking company or investment company, whether so much of the assets as represented as shares, investments in share securities are sold at the price less than purchase price. Whether loans advances are shown as deposits, whether personal expense has been charged to revenue, and where it is stated that shares has been issued for cash, whether cash has actually been received. If not, whether the position of the books of accounts is correct and not misleading എന്ന് പറയുന്ന ഈ 6 എൻക്വയറീസ്. ഇത് ലോയിൽ നിങ്ങൾ പഠിക്കുന്ന സംഭവമാണ്. ഇത് ഓഡിറ്റിങ്ങിലും വേണമെങ്കിൽ ചോദിക്കാം. കുറേ അറ്റംപ്റ്റ് ആയിട്ട് ഓഡിറ്റിങ്ങിൽ ചോദിച്ചിട്ടില്ല. കുറേ അധികം അറ്റംപ്റ്റ് ആയിട്ട് ഈ 143 സബ്സെക്ഷൻ 1 ഇതുപോലെ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടില്ല. പണ്ട് ചോദിക്കുമായിരുന്നു. കാരണം പഴയ സിലബസിൽ ഈ കമ്പനി ഓഡിറ്റിൽ നിങ്ങൾ ലോയിൽ പഠിക്കുന്ന സെക്ഷൻ 139 അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർമാർ തൊട്ടിട്ട് 148 കോസ്റ്റ് ഓഡിറ്റ് വരെ ഓഡിറ്റിംഗ് സിലബസിൻ്റെ ഭാഗമായിരുന്നു. പണ്ട് ഓഡിറ്റിങ്ങിൽ ഇത് പഠിക്കാനുണ്ടായിരുന്നു, ആ ഫുൾ കമ്പനി ഓഡിറ്റ് സെക്ഷൻസ്. ആ കാലഘട്ടങ്ങളിൽ ഈ ഡ്യൂട്ടി ടു എൻക്വയറിയുടെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ന്യൂ സിലബസ് വന്നതിന് ശേഷമൊന്നും 143 ഇതുവരെ ചോദിച്ചിട്ടില്ല. സോ MTPയിൽ ഇതിൻ്റെ ഒരു ക്വസ്റ്റൻ ഇപ്പോൾ വരുന്നു എന്നുള്ളത് യെസ്, ഇറ്റ് മേക്സ് മീ ഹാപ്പി. കമ്പനി ഓഡിറ്റിൻ്റെ ക്വസ്റ്റൻസ് അങ്ങനെ എപ്പോഴും കാണാൻ പറ്റാത്തതാണ്. വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഈസിലി സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഇസ് ക്വസ്റ്റൻ നമ്പർ 4A. ക്വസ്റ്റൻ നമ്പർ 4B. CA Meera before accepting the audit of an educational society wants to ensure the management acknowledges and understands its responsibility in respect of certain matters. Okay. ബിഫോർ അക്സെപ്റ്റിംഗ് ദി എൻഗേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് മനസ്സിലാക്കുന്നു അവരുടെ റെസ്പോൺസിബിലിറ്റീസ്. ഇതെന്തോ സംഭവം? നമ്മുടെ പ്രീ കണ്ടീഷൻസിന് ആവശ്യമായിട്ട് പറയുന്ന SC 210 ടോപ്പിക്സ് ആണ്. നോട്ട് ഓൺലി this, but she also want to confirm that the management is in agreement with these matters required in connection with the essay. Discuss such matters. അപ്പോൾ എന്തൊക്കെയാണ് പ്രീ കണ്ടീഷൻസ്? എന്തൊക്കെയാണ് അപ്പോൾ മറ്റേ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മാനേജ്മെൻറ്റ് അക്സെപ്റ്റും അക്നോളജും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പ്രീ കണ്ടീഷൻസ് as per SC 210 എന്തൊക്കെയാണ് പ്രീ കണ്ടീഷൻസ് പറയുന്നത്? ഫസ്റ്റ്, വി ഹാവ് ടു എൻഷുർ ദാറ്റ് ദി FS is as per AFRF. Then we have to ensure that the management accept and acknowledge their responsibilities, which is basically the premises in SC 200. അതായത് that their responsibility is the responsibility of the management for the preparation of the FS and the implementation of internal controls. And that the management has to provide the auditor with any information and any additional information required by the auditor in the course of the audit. The management has the responsibility to provide the auditor with unrestricted access to every books of accounts, officers, employees. 210 points ആണ്. Access to all the information, additional informations you may ask, unrestricted access to any person's entities. It is the responsibility of the management to prepare the FS and implement the internal control. Basically പ്രീ കണ്ടീഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ആർ ദ പ്രീ കണ്ടീഷൻസ്? സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ, സിമ്പിൾ തിങ്. SC 210 പറയുന്ന ഏറ്റവും ബേസിക് കാര്യമാണത്. Question number 4 C part. CA Keshav has been reappointed as the auditor of PKT Limited. In order to reconfirm some matters, we requested the management to provide written representation. Okay. അപ്പോൾ SA 580 നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഓഡിറ്ററിന് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ്മെൻറ്റിൽ നിന്നും പല കാര്യങ്ങളും റിട്ടൺ റെപ്രസെൻറ്റേഷൻ ആയിട്ട് എഴുതി വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ബട്ട് ചില സമയങ്ങളിൽ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ വീണ്ടും നമ്മൾ ചിലപ്പോൾ റീകൺഫർമേഷൻ്റെ ഭാഗമായിട്ട് വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ് ക്യാൻ ഓഡിറ്റർ റിക്വസ്റ്റ് ദ മാനേജ്മെൻറ്റ് ടു റീകൺഫേം ഹിസ് അക്നോളജ്മെൻറ്റ്? അപ്പോൾ എപ്പോഴൊക്കെയാണ് SA 580 പറയുന്നത് നമുക്ക് റീകൺഫർമേഷന് വേണ്ടി വീണ്ടും ചോദിച്ച കാര്യം തന്നെ വീണ്ടും വാങ്ങിക്കുന്നത്? ഒരു 3-4 സിറ്റുവേഷൻസിലാണ്. മാനേജ്മെൻറ്റിന് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അവരിൽ നിന്നും ഓൾറെഡി വാങ്ങിച്ചിട്ടുള്ള ചില റെപ്രസെൻറ്റേഷൻസ് വീണ്ടും അവരിൽ നിന്നും വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ചേഞ്ച് ഇൻ സർക്കംസ്റ്റാൻസസ് SC 210 പറയുന്നുണ്ട് ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണെന്ന്.
SA 210 പറഞ്ഞ സെയിം സർക്കംസ്റ്റാൻസ് തന്നെ SA 580 ആപ്ലിക്കബിൾ. അതായത് ക്ലയൻറ്റിൻ്റെ ബിസിനസിൻ്റെ നേച്ചർ മാറുന്നു, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് മാറുന്നു, ഓഡിറ്റിംഗ് റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റീസ് മാറുന്നു, ഇങ്ങനത്തെ എന്തെങ്കിലും ചേഞ്ചസ് സർക്കംസ്റ്റാൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് മാറുന്നു, സ്റ്റാറ്റ്യൂട്ടറി ചേഞ്ചസ് വരുന്നു. ദീസ് സർക്കംസ്റ്റാൻസസ്, ഇങ്ങനത്തെ സർക്കംസ്റ്റാൻസസ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പഴയ സർക്കംസ്റ്റാൻസിൽ വാങ്ങിച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻസിനെ രണ്ടാമത് വീണ്ടും വാങ്ങിക്കാം. മാനേജ്മെൻറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ, മാനേജ്മെൻറ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, ചേഞ്ച് ഇൻ മാനേജ്മെൻറ്റ്, കഴിഞ്ഞ വർഷത്തെ മാനേജ്മെൻ്റ് അല്ല ഈ വർഷമുള്ളത്, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കഴിഞ്ഞ വർഷത്തെ മാനേജ്മെൻറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ വർഷം വീണ്ടും പുതിയ മാനേജ്മെൻറ്റിൽ നമുക്ക് റീകൺഫർമേഷൻ ആയിട്ട് വാങ്ങിക്കേണ്ടി വരും. നോക്കിയേ, ദീസ് ആർ ദ സിറ്റുവേഷൻസ് വെയർ we have to require for a reconfirmation of the WR. Those who sign the terms of engagement are no longer there. The terms of engagement were prepared in the previous year. There is indication of management misunderstanding or change in circumstances. ഇത് SA 580 നമുക്ക് കാണാൻ വേണ്ടി പറ്റും. SA 580 എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബുക്കിൽ SA 580 കാണുന്നത് എവിടെയായിരിക്കും, കുറച്ച് മുകളിലായിട്ടാണ്, 100-നൊക്കെ മുമ്പായിട്ടാണ് SA 580 നിൽക്കുന്നത്. ഒരു സെക്കൻഡ് ഒന്ന് എടുത്തോട്ടെ. യെസ്, SA 580 ഈ റീകൺഫർമേഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് പോസിബിൾ എക്സാം ക്വസ്റ്റൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവം. ഈ 4 പോയിന്റ്സ് ആണ് ഇതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് വന്നേക്കുന്നത്. സംടൈംസ് വിൽ ഹാവ് ടു റിക്വയർ ഫോർ റീകൺഫർമേഷൻ ഓഫ് ദി മാനേജ്മെൻറ്റ്സ് അക്നോളജ്മെൻറ്റ്സ്. 4 സിറ്റുവേഷൻസിലാണ് ഈ റീകൺഫർമേഷൻസ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഓക്കെയാണോ? ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. Now, 5th question. During the audit of Quick Productions Private Limited, CA Nitic, എന്തൊക്കെ പുതിയ പേരുകളെന്ന് നോക്കിയാൽ, Nitic notices that inventories of raw materials and WIP of 3.5 and 0.35 CR appear the FS. He want to verify the above mentioned inventories. They have been properly valued. How we should proceed to verify the above? Yes, or again audit of different items എന്നുള്ള ചാപ്റ്ററിൽ 15 ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അതിൽ ഫ്രെയിംവർക്ക് വെച്ച് പഠിക്കുന്ന സാധനമുണ്ട് 10 അതിൻ്റെ അകത്ത് വരുന്നതാണ് ഇൻവെൻട്രി. ഇൻവെൻട്രിയുടെ അകത്ത് ഇൻവെൻട്രിയുടെ വാലുവേഷൻ നോക്കുന്നത്, നിങ്ങൾ പേജ് നമ്പർ നമ്മുടെ മെറ്റീരിയലത്തെ 178 എടുക്കുക. 178 കാണാൻ വേണ്ടി പറ്റും. റോ മെറ്റീരിയൽസിനും കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിട്ടും വർക്ക് ഇൻ പ്രോഗ്രസിനെ സംബന്ധിച്ചിട്ടും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ 4 പോയിന്റ്സ് ആണ് ഇവിടെ വരുന്നത്. റോ മെറ്റീരിയൽസിനെ സംബന്ധിച്ചിട്ട് നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ്, അപ്പോൾ ഈ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ റോ മെറ്റീരിയൽസും WIP നമ്മുടെ ക്ലയൻറ്റിനുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, റോ മെറ്റീരിയൽസിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ഓഡിറ്റ് എവിഡൻസ് കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യുക, ആ സെറ്റിൻ വാട്ട് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആർ ഇൻക്ലൂഡഡ്. ഈ റോ മെറ്റീരിയൽസിനകത്ത് കാരേജ് ഇൻവാർഡ് എത്രയാണ്, ഫ്ലൈറ്റ് എത്രയാണ്, നോൺ റീഫണ്ടബിൾ ടാക്സ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനത്തെ വാട്ട് ആർ ദി എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഇഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആർ യൂസ്ഡ്, എന്തൊക്കെ വേരിയൻസസ് ആണ് അനലൈസ് ചെയ്തേക്കുന്നത്. ടെസ്റ്റ് ചെക്ക് ദ കോസ്റ്റ് പ്രൈസ് വിത്ത് ദ പർച്ചേസ് ഇൻവോയ്സസ്, ഫോളോ അപ്പ് ദ വാലുവേഷൻ ഫോർ എനി ഡാമേജ് സ്റ്റോക്ക് എക്സെട്ര. WIP ലാണെങ്കിലും ഇതുപോലെ ascertain how the different stages of production in the WIP stage is estimated, ascertain what are the elements of cost involved, also abnormal cost treatment ഒക്കെ പ്രോപ്പറായിട്ട് വന്നിട്ട് ചെക്ക് ചെയ്യുക. ഈ പോയിന്റ്സ് ഇതാണ് ഇതിൻ്റെ അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഇതൊരു പോസിബിൾ എക്സാം ക്വസ്റ്റൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ടോപ്പിക്കാണ്. ആൻഡ് റീസെൻ്റ്ലി May 24 RTPയിലും Jan 25 ഇത് വന്നിട്ടുണ്ട്. ഇത് ഒക്കെ ലാസ്റ്റിലോട്ട് വരുന്ന ടോപ്പിക്സ് ആയതുകൊണ്ട് പല കുട്ടികളും സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ്. പക്ഷേ ഈ ഇൻവെൻറ്ററി എന്നൊക്കെ നോക്കിയാൽ ഇപ്പോൾ ഇത്രയും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നു. ഈ ഫുൾ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസിൽ ഓൾദോ ദ ചാപ്റ്റർ ഇസ് വെരി ഹ്യൂജ്, ആ എൻറ്റയർ ചാപ്റ്റർ അരിച്ച് പറക്കി പഠിക്കാൻ നിനക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ICA ടോപ്പിക്സ് ഉണ്ട്, നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നല്ലോ ക്ലാസ്സിലും ഈ MTP സെഷൻസിലും, അതെങ്കിലും നോക്കിയിട്ട് പോകും. കാരണം അതിന്നൊക്കെ ഈ സ്ഥിരം സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ICA വീണ്ടും ചോദിക്കുന്നത്. അല്ലാണ്ട് ഈവൻ ദോ ദ ചാപ്റ്റർ ഇസ് വെരി ഹ്യൂജ്, ആ ചാപ്റ്ററിൻ്റെ എല്ലാ നുക്ക് ആൻഡ് കോർണേഴ്സ് ഒന്നും കയറിയിട്ട് അവർ അരിച്ച് പറക്കി ക്വസ്റ്റൻസ് ഇടാറില്ല. ചോദിക്കുന്ന ക്വസ്റ്റൻസ് എപ്പോഴും ചോദിക്കുന്നതൊക്കെ റിപ്പീറ്റ് നേച്ചറിൽ വരുന്ന സംഭവങ്ങൾ തന്നെയാണ്. സോ ഇവിടെയും അത് തന്നെയാണ്. ആ റോ മെറ്റീരിയൽസിൻ്റെ 4 പോയിന്റും WIPയുടെ 3 പോയിന്റ്സ് തന്നെയാണ് ഇവിടെയും വന്നേക്കുന്നത്. അത് വളരെ ഷോർട്ടായിട്ട് സിമ്പിൾ വേർഡ്സ് നമ്മുടെ ബുക്കിലുണ്ട്, അത് പഠിച്ചിട്ടങ്ങ് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ എക്സ്പാർട്ട്. സെർവിങ് ഫിംഗേഴ്സ് ഫൗണ്ടേഷൻ വല്ല NGO ആയിരിക്കും, NGO തന്നെയാണ്. രജിസ്റ്റേർഡ് NGO രജിസ്റ്റേർഡ് ഇൻ ഡൽഹി, launched a nationwide donation drive, okay, for flood victims in Assam. This is a Jan 25 RTP question. Jan 25 RTPയിലും വന്നു, September 25 MTPയിൽ വന്നു. നെക്സ്റ്റ് ഇനി അത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു സ്റ്റാർ മാർക്ക് ഇട്ട് വെച്ചോളൂ. നിങ്ങൾക്ക് ടിപ്പിക്കലായിട്ട് വരുന്ന ടോപ്പിക് ക്വസ്റ്റൻ അല്ല. RTPയിൽ അധികമായി ഇൻട്രൊഡ്യൂസ് ചെയ്തു Jan 25, ഇപ്പോൾ MTPയിൽ വന്നു. ഇതിനി അടുത്ത് വരാൻ പോകുന്നത് എക്സാമിനായിരിക്കാൻ ചാൻസസ് ഉണ്ട്. മെൻഷൻ 3 points each which you are likely to incorporate in your audit program for the receipt and remittance of donation.
ഡൊണേഷൻ വാങ്ങിക്കുന്നതിനെ സംബന്ധിച്ചിട്ടും ഡൊണേഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടും ഒന്നുമില്ലടേ. പ്രോപ്പറായിട്ട് ഇൻവോയ്സ് റേസ് ചെയ്യുന്നുണ്ടോ, അത് നമ്പേർഡ് ആണോ, ഈ പറഞ്ഞ ക്യാഷ് റെസിപ്റ്റും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് റെസിപ്റ്റും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടോ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സായിട്ട് കമ്പയർ ചെയ്യുക, ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, ഓതറൈസേഷൻ വാങ്ങിച്ചിട്ടാണ് ഇതെല്ലാം വാങ്ങിക്കുന്നത്. ഇനി റെമിറ്റൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്ത് പർപ്പസാണ് ഡൊണേഷൻ വാങ്ങിച്ചേക്കുന്നത്, ആ പർപ്പസിന് വേണ്ടി തന്നെയാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അത് ആർക്കൊക്കെയാണോ ഈ ഡൊണേഷൻ എമൗണ്ട് കൊടുത്തേക്കുന്നത് അവരിൽ നിന്നുള്ള പൈസ കിട്ടി എന്നുള്ള റെസിപ്റ്റ് അക്നോളജ്മെൻറ്റ് ഈ സ്ഥാപനം കൃത്യമായിട്ട് എടുത്തു വെക്കുന്നുണ്ടോ, ഇവരുടെ പർപ്പസിന് വേണ്ടി തന്നെയാണ് ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്, അങ്ങനത്തെ പോയിന്റ്സ് ആണ്. ഇത് Jan 26 RTPയിൽ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ഇവിടെ റിപ്പീറ്റും വരുവാണ്. ഇതിൻ്റെ പോയിന്റ്സ് നോക്കി വെച്ചോ. ഓൾദോ MTPയിൽ റെസിപ്റ്റിൻ്റെയും റെമിറ്റൻസിൻ്റെയും 3 പോയിന്റ് മതി എന്ന് പറഞ്ഞെങ്കിലും അവർ നിങ്ങൾക്ക് ചോയ്സ് തരാനായിട്ട് ഒരു 6 പോയിന്റ് വെച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ മിനിമം 3 പോയിന്റ് വെച്ചെങ്കിലും പഠിക്കുക. ദേ ഹാവ് ആസ്ഡ് ഓൺലി ഫോർ 3 points ഈച്ച്. സോ നിങ്ങൾ പഠിക്കുമ്പോഴും 3 points പഠിച്ചാൽ മതി. ബട്ട് യു ആർ ഗിവൺ എ ചോയ്സ്. ഈ ഡൊണേഷൻ വാങ്ങിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾസ് പ്രോപ്പറാണോ, പ്രോപ്പറായിട്ട് റെസീറ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ചെക്കാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ ചെക്കിനെ കൃത്യമായിട്ട് അവർ അതിൻ്റെ റെസീറ്റ് ബുക്ക് ഷുഡ് ഹാവ് എ കാർബൺ കോപ്പി ഓഫ് ഓൾ ഫോർ ദ ഡ്യൂപ്ലിക്കേറ്റ് റെസീപ്റ്റ്സ് ആൻഡ് സൈൻ ബൈ ദ റെസ്പോൺസിബിൾ ഒഫീഷ്യൽസ്. ദ ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു ഡേറ്റ് ഓഫ് ചെക്ക്, ബാങ്ക് നെയിം എല്ലാം എഴുതി വെക്കണം. ബാങ്ക് റിക്കൺസിലേഷൻ പ്രിപ്പയർ ചെയ്യണം. ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യുക, അത് ലോ പ്രകാരമാണ് എന്നൊക്കെ ഉറപ്പുവരുത്തുക. റെമിറ്റൻസ് കാര്യമാണെങ്കിൽ എങ്ങനെയാണ് ഈ റെമിറ്റൻസ് കൊടുക്കുന്നത്, ബൈ ക്യാഷ് ആണോ, അക്കൗണ്ട് പേ ചെക്കാണോ, ആർക്കാണ് കൊടുക്കുന്നത്, കൺഫർമേഷൻ റിസീപ്റ്റ് വാങ്ങിക്കുന്നുണ്ടോ, സെൻഡ് കൺഫർമേഷൻ ടു എൻറ്റിറ്റീസ് ടു ഹും ഡൊണേഷൻസ് ഹസ് ബീൻ പെയ്ഡ്, ഡൊണേഷൻ പർപ്പസിന് വേണ്ടി തന്നെയാണ് യൂട്ടിലൈസ് ചെയ്തേക്കുന്നത് നോക്കുക. സിമ്പിൾ പോയിന്റ്സ് ആണ്, ലൈക്ക് വൺ ലൈനേഴ്സ് ആണെല്ലാം. പക്ഷേ ഇത് വായിച്ച് നിങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 പോയിന്റ് 2-3 വട്ടം അത് ഒന്ന് എഴുതിയെടുത്ത് 2-3 വട്ടം വായിച്ച് സെറ്റാക്കാണ്ട് ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സാം ഹോൾ കത്തത്തില്ല. വെറുതെ എന്തെങ്കിലും എഴുതിയ കാര്യമില്ല. ഈ പോയിന്റ്സ് ഈ 6 എണ്ണത്തിൽ നിന്നും ഇഷ്ടമുള്ള 3 ഇത് Jan 25 RTPയിൽ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 25 MTPയിൽ ഇപ്പോൾ കണ്ടു. ഇത് നോക്കി വെച്ചോളൂ. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡോണ്ട് സ്കിപ്പ് ദിസ് ഏരിയ. ഓക്കെ, നോട്ടായിട്ട് തന്നെ വെച്ചോളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dream Bill Limited is an established player in a real estate sector and has developed strong internal controls. Okay, internal controls ഒക്കെ ഇവർക്കുണ്ട്. You are appointed as the head of the internal audit team and you have a close relationship with the internal control system. Explain the activities related to internal control. Okay. What are the activities of internal control? Internal controlന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? SA 610 നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ്. യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റേണൽ ഓഡിറ്റർ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഈ ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ എന്താണ്, ഇന്റേണൽ ഓഡിറ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കാറുണ്ട്. നമ്മളുടെ ബുക്കിൽ പേജ് നമ്പർ 91 എടുക്കുമ്പോൾ ആക്ടിവിറ്റീസ് ഓഫ് ഇന്റേണൽ ഫംഗ്ഷൻ കാണാൻ വേണ്ടി പറ്റും. മോണിറ്ററിംഗ് ഓഫ് ദി ഇന്റേണൽ കൺട്രോൾ, എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്. ഇവർ ഓൾറൗണ്ടേഴ്സ് ആണ്. കംപ്ലയൻസ് ചെക്ക് ചെയ്യുന്നുണ്ടാവും, ഗവർണൻസ് ചെക്ക് ചെയ്യുന്നുണ്ടാവും, റിസ്ക് മാനേജ്മെന്റ് ചെക്ക് ചെയ്യുന്നുണ്ടാവും, ഓരോ ഇന്റേണൽ കൺട്രോൾ ആക്ടിവിറ്റീസ് റിവ്യൂ ചെയ്യുന്നുണ്ടാവും. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾ, എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, റിവ്യൂ ഓഫ് ആക്ടിവിറ്റീസ്, റിവ്യൂ ഓഫ് കംപ്ലയൻസ്, 6 പോയിന്റ്സ്. ഓക്കെ, നിങ്ങൾ മിനിമം നമ്മുടെ ഈ ലൈക്ക് 1 sentence 2 lines 1-2 സെൻറ്റൻസ് വെച്ചിട്ട് എഴുതിയിരുന്നാൽ മതി. ഇതൊക്കെ ഒരു 3 marks 4 mark ക്വസ്റ്റ്യൻ ആകത്തുള്ളൂ. വലിയ പാരഗ്രാഫ് പോലെ എഴുതണം എന്നില്ല. സ്റ്റഡി മെറ്റീരിയൽ ഫുൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ ഇട്ടേക്കുന്നത്. അത്രയ്ക്കും പോകേണ്ട ആവശ്യമില്ല. മെയിൻ പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. ഓരോന്നിലും എന്താണ് ചെയ്യുന്നത്, ഇന്റർലോഡേഴ്സ് എന്താണ് ചെയ്യുന്നത് റിഗാർഡിംഗ് ഈച്ച് ഓഫ് ദീസ് ആക്ടിവിറ്റീസ്, അത് മനസ്സിലാക്കി വെച്ച് എഴുതുന്നതിൻ്റെ കേസേ ഉള്ളൂ. Last question, 6th question. You are auditing the FS of Gen Limited, a manufacturing company. During a meeting, എന്ത് സംഭവിച്ചു? Jai CEO questions the auditor's ability to detect all material misstatements, including those caused by fraud. He insists that since the auditor is a professional, the audit should provide absolute assurance on the accuracy. Is the contention of Jai correct? വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും ഇനീഷ്യൽ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സംഭവം. ഓഡിറ്ററിന് എന്തിൻ്റെ ആവശ്യമില്ല, അബ്സൊല്യൂട്ട് അഷുറൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡിസ്കസ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓഡിറ്റർ. SA 200 ആണ് ചോദിച്ചേക്കുന്നത്. As per SA 200 on all overall objectives of the independent auditor and the conduct of an audit according to standards of auditing. The overall objective is to obtain a reasonable assurance whether the FS taken as a whole are free from material misstatements and to report and communicate as per the relevant essays. അപ്പോൾ ഇവിടെ നമ്മുടെ മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടുള്ള കാര്യം തെറ്റാണ്. ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് സ്റ്റേറ്റ് ചെയ്യുന്നത് മാത്രമാണ്. എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. ആൻഡ് ഓഡിറ്ററിനെ സംബന്ധിച്ച് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റും സ്കെപ്റ്റിസം എല്ലാം യൂസ് ചെയ്തിട്ട് സഫീഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് എന്ന് തോന്നുന്ന എവിഡൻസ് സ്വീകരിച്ചിട്ട് ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യാനേ പറ്റത്തുള്ളൂ. വി ആർ നോട്ട് എക്സ്പെക്റ്റഡ് ടു ഗിവ് എ അബ്സൊല്യൂട്ട് അഷുറൻസ് എന്നുള്ള ആ ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഓൺവേർഡ്സ് എഴുതാവുന്നതേ ഉള്ളൂ. ഈ SA 200 ഒബ്ജക്റ്റീവ് സ്റ്റേറ്റിലാണ് ഈ ആൻസറിൻ്റെ ക്രക്സ്. ഓക്കെ, ഇസ് ദാറ്റ് ഓവർ? തീർന്നോ? ഇല്ല. 6th ക്വസ്റ്റിൻ്റെ B പാർട്ട്. As part of the risk assessment procedure, an auditor is required to determine whether any of the identified risks are
ഇൻ ദെയർ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് സിഗ്നിഫിക്കൻറ്റ് റിസ്ക്. ഓക്കെ, ഓഡിറ്റ് റിസ്കിൻ്റെ തിയറി ചോദിച്ചിട്ട് കുറേ അറ്റംപ്റ്റ് ആയി. ഓക്കെ, 2-3 പ്രീവിയസ് അറ്റംപ്റ്റിലൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. സോ ചോദിക്കാൻ നല്ല പോലെ പോസിബിലിറ്റി ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് അപ്കമിങ് ക്വസ്റ്റ്യൻസിൽ ഹോട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന സംഭവമാണ് സിഗ്നിഫിക്കൻറ്റ് റിസ്ക്, ഡിറ്റക്ഷൻ റിസ്ക്, കൺട്രോൾ റിസ്ക്, ROMM, അസർഷൻ റിസ്ക്, ROMM മതി FS ലെവൽ, ഇങ്ങനത്തെ റിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി. In making this determination, auditor must consider certain factors. Yes, audit risk. എപ്പോഴാണ് ഒരു റിസ്ക് സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആവുക? എന്താണ് സിഗ്നിഫിക്കൻറ്റ് റിസ്ക്? ഇൻഹറൻറ്റ് റിസ്കുകൾ വിത്ത് ഹൈ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ആൻഡ് ഹൈ വോളിയം ഓഫ് അമൗണ്ട് ഇൻവോൾവ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് അമൗണ്ട് ഇൻവോൾവ്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സിഗ്നിഫിക്കൻറ്റ് റിസ്ക് എന്ന് പറഞ്ഞ് വിളിക്കുക. ആൻഡ് ഏതൊക്കെ റിസ്കുകളാണ് സിഗ്നിഫിക്കൻറ്റ് എന്ന് മനസ്സിലാക്കാനായിട്ട് ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻ അപ്ലൈങ് ദ ജഡ്ജ്മെൻറ്റ് ആസ് ടു വിച്ച് റിസ്ക് ആർ സിഗ്നിഫിക്കൻറ്റ്, വി ഷൽ കൺസിഡർ at least the following: whether this risk is happening from fraud, is it involving related parties, does it involve a lot of subjectivity and uncertainty involved, is it relating to any significant economic, accounting or regulatory environment. ഇത്തരം ഫാക്ടേഴ്സ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് സിഗ്നിഫിക്കൻറ്റ് റിസ്ക്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ്? മുമ്പ് May 25 MTP 1-ലും ഇതൊരു തവണ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ September 25 RTP-ലും ചോദിക്കുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ 6 ഫാക്ടേഴ്സ് വരുന്ന പോയിന്റ്സ്. ഓക്കെ ആണോ? Next question, you have been appointed as a statutory auditor of Amro Limited listed company. Amro സ്ഥിരമായിട്ട് കേൾക്കുന്ന പേരുകളൊന്നാണ് ICAIയുടെ ക്വസ്റ്റൻസിൽ. During the audit, you notice that there are undisputed statutory due relating to GST and PF which have been outstanding for more than 6 months. അപ്പോൾ കാരോ പ്രകാരം റിപ്പോർട്ട് ചെയ്യണം. ഏത് ക്ലോസ് നമ്പർ 7. ക്ലോസ് നമ്പർ 7 143 സബ്സെക്ഷൻ 11 ഡ്യൂട്ടി ടു റിപ്പോർട്ട് അണ്ടർ കാരോൻ്റെ അകത്തുള്ള കാരോ ക്ലോസസിൽ പാരഗ്രാഫ് നമ്പർ 3-ത്തെ ക്ലോസ് നമ്പർ 7 ആണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിൽ പറയുന്ന സംഭവം എന്താണ്? PF, ഗ്രാറ്റുവിറ്റി, ഇൻകം ടാക്സ്, GST, ബോണസ് പോലത്തെ സ്റ്റാറ്റ്യൂട്ടറി പ്രകാരം പേ ചെയ്യേണ്ടതിലും അമൗണ്ടുകൾ നിൻ്റെ കമ്പനിക്ക് ഉണ്ടെങ്കിൽ അത് ഡിസ്പ്യൂട്ടിലാണോ? ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് വിച്ച് ആർ ഔട്ട്സ്റ്റാൻഡിങ്, ആർ ദേ ഇൻ ഡിസ്പ്യൂട്ട് ഓർ അൺഡിസ്പ്യൂട്ടഡ്? ഒരു ഡിസ്പ്യൂട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് അടയ്ക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആസ് ഓൺ 31st മാർച്ചിൽ ഡ്യൂ ആയി 6 മാസമായിട്ടും പേ ചെയ്യാത്ത എന്നാൽ ഡിസ്പ്യൂട്ടും അല്ലാത്ത ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അമൗണ്ട് ഇൻവോൾവ്, എന്തുകൊണ്ടാണത് അടയ്ക്കാത്തത്, ആ റീസൺസ് ഓഡിറ്റർ എന്ത് ചെയ്യണം? കാരോ റിപ്പോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ സപ്പോസ് ഡിസ്പ്യൂട്ടാണെങ്കിൽ പിന്നെ ഇനി 31st മാർച്ചിൽ 6 മാസമായിട്ട് ഓവർ ഡ്യൂ ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഡിസ്പ്യൂട്ടാണെങ്കിൽ ചിലപ്പോൾ 6 വർഷമായാലും അത് പേ ചെയ്തില്ല എന്ന് വരാം, ഡിസ്പ്യൂട്ടാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ സ്ട്രൈറ്റ് അവേ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 6 months, എന്ത് ചെയ്യുക? വാട്ട് ഇസ് ദി അമൗണ്ട് ഇൻവോൾവ്, ദ ഫോറം വേർ ദ ഡിസ്പ്യൂട്ട് ഇസ് ഹെൽഡ്, അതൊക്കെ വാട്ട് ഇസ് ദ സ്റ്റാറ്റസ് ഓഫ് ദ കേസ്, അതെല്ലാം ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യണം. ഇതാണ് ക്ലോസ് നമ്പർ 7. ഇതിൽ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ. Jan 25 കിടുക്കാച്ച ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ആക്ച്വലി എനിക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഓർമ്മയില്ല. ആ ക്വസ്റ്റ്യനിൽ പലരും ഇതുപോലെ ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. ഐ ഡോണ്ട് റിമെമ്പർ ദ ക്വസ്റ്റ്യൻ നമ്പർ, സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ. ഓൾസോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് Jan 25 അറ്റംപ്റ്റിൽ ഓക്കെ ദർ വാസ് എ ക്വസ്റ്റ്യൻ ആൻഡ് Jan 25 അറ്റംപ്റ്റ് അത്യാവശ്യം നല്ല ക്ലാസിക് അറ്റംപ്റ്റ് ആയിരുന്നു, നല്ല ക്വസ്റ്റൻസ് ആയിരുന്നു. ഈ Jan 25 പേപ്പറിൽ ദർ വാസ് എ ക്വസ്റ്റ്യൻ. ഒരു കമ്പനിക്ക് എന്തൊക്കെയോ ലിറ്റിഗേഷൻസ് ഉണ്ടായിരുന്നേ. അതായത് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്തോ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ പെനാൽറ്റി ഓഫ് ഫൈൻ എന്തോ വന്നു. ആ ഫൈൻ അൺഡിസ്പ്യൂട്ടഡ് ആണെന്നോ അങ്ങനെ എന്തോ ആ ഒരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ റിസ്ക് ഓക്കെ ആ ഫൈനിൻ്റെ എഫക്റ്റുകൾ മാനേജ്മെൻറ്റ് ഡിസ്ക്ലോസും ചെയ്തിട്ടുണ്ട് നോട്ട്സ് ഓഫ് കോഴ്സ്. അതായത് ഈ ഒരു ലിറ്റിഗേഷൻ ഉണ്ട്, അതിൻ്റെ എന്തൊരു പെനാൽറ്റി ഉണ്ടായിരുന്നു, എന്തൊരു ഡിസ്ക്ലോസർ കാണിച്ചില്ല, അതുകൊണ്ട് പെനാൽറ്റി വന്നു, പെനാൽറ്റി പേ ചെയ്തു എന്ന് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനത്തെ ചോദ്യം ഉണ്ടായിരുന്നു. ആ അറ്റംപ്റ്റിൽ ഒരുപാട് പേര് ഓക്കെ ഫൈൻ അടച്ചു, അത് മാനേജ്മെൻറ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഓഡിറ്റിൻ്റെ റിപ്പോർട്ടും റെസ്പോൺസിബിലിറ്റീസ് എന്തെന്നൊക്കെ ചോദിച്ചപ്പോൾ പലരും കാരോയിലോട്ട് പോയി. ഇത് ക്ലോസ് നമ്പർ 7 സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിൻ്റെ പേയ്മെൻ്റ് ആണ്. മനസ്സിലാക്കുക, ഫൈനുകൾ, പെനാൽറ്റി, ഇൻട്രസ്റ്റ് ചാർജ്, ഇതിനല്ല ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീ ഒരു തെറ്റ് ചെയ്യുന്നത് കൊണ്ട് നിനക്ക് പേ ചെയ്യേണ്ടി വരുന്ന എമൗണ്ടാണ് എന്തുവാ ഈ ഇൻട്രസ്റ്റ്, മറ്റേ പെനാൽറ്റി എന്നുള്ള ഫൈൻസ് എന്നൊക്കെ പറയുന്ന എമൗണ്ടുകൾ. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സും GST അത് തെറ്റ് ചെയ്തോ ചെയ്തില്ല എന്നുള്ളതല്ല. സ്റ്റാറ്റ്യൂട്ടറി പ്രകാരം യു ഹാവ് ടു പേ ദാറ്റ്. അത് പേ ചെയ്തിട്ടില്ലെങ്കിൽ അത് അടുത്ത പെനാൽറ്റി വേറെ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിൻ്റെ പെനാൽറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ടാണ് ടോട്ടൽ എമൗണ്ട് ക്ലോസ് നമ്പർ 7 റിപ്പോർട്ട് ചെയ്യുക. അതല്ലാതെ വരുന്ന മറ്റ് ഫൈൻസും പെനാൽറ്റീസും ഇൻട്രസ്റ്റും എന്തല്ല, അതിനെയല്ല നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്ത് നോക്കുന്നത്. ദാറ്റ് ഇസ് വൺ ആസ്പെക്ട്. Jan 25 പേപ്പർ അനാലിസിസ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ടാവും. അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റൻ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ ഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂ ആൻഡ് അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂ എന്താണ് വ്യത്യാസം? ഡിസ്പ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു ഹയർ അതോറിറ്റിയുടെ അടുത്ത്, ഒരു അപ്പലേറ്റ് അതോറിറ്റിയുടെ അടുത്ത് അല്ലെങ്കിൽ അസസിങ് ഓഫീസിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഒരു കേസ് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും.
ഓക്കെ, അപ്പീലിന് പോയി, അതായത് ഡിസ്പ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു കേസാണ്. ഓക്കെ, ദർ ഇസ് എ കേസ് ഗോയിങ് ഓൺ. നമുക്കൊരു സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂ പേയ്മെൻറ്റ് വന്നു, നോട്ടീസ് വന്നു, അതിനെതിരെ നമ്മൾ കേസ് പോയി, അതാണ് ഡിസ്പ്യൂട്ട്. അല്ലാണ്ട് ചുമ്മാ സാറേ മറ്റേ അമൗണ്ട് ഒന്ന് ക്ഷമിച്ച് വരുമോ, ഒന്ന് അമൗണ്ട് കുറച്ച് വരുമോ, ഒന്നും കൂടി ചെക്ക് ചെയ്യുമോ, അങ്ങനത്തെ നെഗോസിയേഷൻസും മിയർ അപ്പീൽസും എന്തല്ല ഒരു ഡിസ്പ്യൂട്ടിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. ഒരു കേസ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഡിസ്പ്യൂട്ട് ആവുന്നുള്ളൂ. ഇപ്പോൾ ഈ ചോദിച്ച ക്വസ്റ്റ്യനിൽ ആ ഒരു ആസ്പെക്റ്റ് ഒന്നും വന്നിട്ടില്ല. ബട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു ലോജിക്ക് ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ മുൻ അറ്റംപ്റ്റുകളിലും RTPകളിലും കണ്ടിട്ടുണ്ട്. സോ അതൊന്ന് നോക്കി വെക്കുക. ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ക്ലാസ് നമ്പർ 7 സൈഡിൽ ഞാൻ തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, മിയർ അപ്പീൽ ഇസ് നോട്ട് എ ഡിസ്പ്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നോട്ട്സ് തന്നിട്ടുണ്ടാവും. ഇതെന്തായാലും കാരോ 2020 സോ ഡിസ്കസ് ദ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ് അണ്ടർ കാരോ. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഉണ്ടെങ്കിൽ അത് അൺഡിസ്പ്യൂട്ടഡ് ആണെങ്കിൽ എന്താ റിപ്പോർട്ട് ചെയ്യേണ്ടത്? ദി എക്സ്റ്റെൻറ്റ് ഓഫ് അരിയേഴ്സ് ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂസ് ആസ് ഓൺ ദ ലാസ്റ്റ് ഡേ വിച്ച് ഇസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ മോർ ദാൻ 6 months പീരിയഡ്. ഇനി ഡിസ്പ്യൂട്ട് കാരണമാണ് നമ്മൾ പേ ചെയ്യാത്തത് എങ്കിൽ സ്ട്രേറ്റ് അവേ അമൗണ്ട് ഇൻവോൾവ് ആൻഡ് ദ ഫോറം വേർ ദ ഡിസ്പ്യൂട്ട് പെൻഡിംഗ് ഡിസ്ക്ലോസ് ചെയ്യണം. സ്ട്രേറ്റ് അവേ ക്ലോസ് പഠിക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കുറച്ച് ട്രിക്കിയാണ്. ആൻഡ് കാരോ ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് വീണ്ടും എക്സാം അറ്റംപ്റ്റുകളിൽ അതിൻ്റെ പ്രസൻസ് അറിയിച്ചു തുടങ്ങി ഫോർ എ ലോങ് പീരീഡ്. അതായത് 2023 നവംബർ അറ്റംപ്റ്റിൽ, 2024 മെയ് അറ്റംപ്റ്റിൽ, 2024 സെപ്റ്റംബർ അറ്റംപ്റ്റിലൊന്നും കാരോ ക്വസ്റ്റൻസ് ഇടയ്ക്ക് വെച്ച് 2-3 അറ്റംപ്റ്റുകളും മിസ്സിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പതുക്കെ ജാനുവരിയിൽ ഓൾസോ Jan 25 അറ്റംപ്റ്റിലും കാരോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദെൻ May 25, സെപ്റ്റംബർ 25 കമ്മിങ് വരുന്നുള്ളൂ. അപ്പോൾ ഈ May 25 ഓൺവേർഡ്സ് ദിസ് കാരോ ഇസ് ഷോയിങ് എ കംബാക്ക്. കാരോ ഒരു ചെറിയ കംബാക്ക് കാണിക്കുന്നുണ്ട്. സെപ്റ്റംബറിൻ്റെ MTPയിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്നു. ഇനി MTP 2 വീഡിയോ നോക്കിക്കോളൂ, അതിലും കാരോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ കാരോ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, I think this is the last question. This is the last question. 6C. The last choice question. CS Sohail, while conducting the statutory audit of a company, has noticed that there are items such as computer software, patents, etc. Intangible assets ആണ്. അപ്പോൾ AS based question ആണ് വന്നേക്കുന്നത്. Accounting Standard 26. These are identifiable, non-monetary, without physical substance, held for use. Okay, he wants to ensure that such items are properly valued. Suggests few audit procedure to be performed by him in this regard. AS 26ന്റെ വാല്യുവേഷൻ, again audit of different items നമ്മുടെ ഫ്രെയിംവർക്ക് വെച്ച് പഠിക്കുന്ന 10 ഐറ്റത്തിൽ ഒരെണ്ണമാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾസിൻ്റെ വാല്യുവേഷൻ നോക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇതിൻ്റെ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്തിട്ട് തന്നെയാണോ ഇതിനെ എന്ത് ചെയ്തേക്കുന്നത്, ക്യാപിറ്റലൈസ് ചെയ്തേക്കുന്നത്, അതായത് കോസ്റ്റ് മെച്ചറബിൾ ആവണം, ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്ന ഉറപ്പ് വരുത്തണം. അതേപോലെ ഈ ഇൻടാഞ്ചിബിൾസ് നമ്മൾ അമോർട്ടൈസ് ചെയ്യുന്നത് എത്ര വർഷം നമുക്ക് ഈ ഇൻടാഞ്ചിബിൾ നിന്ന് ബെനിഫിറ്റ് കിട്ടും എന്ന സെയിം പ്രൊപ്പോഷനിലായിരിക്കണം. ആ പ്രൊപ്പോഷനിൽ തന്നെയാണോ ഇത് അമോർട്ടൈസ് ചെയ്തേക്കുന്നത് നമുക്ക് ഉറപ്പ് വരുത്തണം. അതേപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോലത്തെ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ, പേയ്മെൻറ്റ്സ് പോയിട്ടുണ്ടെങ്കിൽ റിസർച്ച് ഫേസിലത്തെ പേയ്മെൻറ്റ്സിനെല്ലാം നമ്മൾ എക്സ്പെൻസ് ആയിട്ടും ഡെവലപ്മെൻറ്റ് ഫേസിനെ മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് വാല്യുവേഷൻ സ്പെസിഫിക് ആയിട്ട് നമുക്ക് AS 26 പഠിപ്പിക്കുന്നത്. So yes, verify that the entity has charged proper amortization. It reflects the pattern of future economic benefit. We have to verify whether management has done impairment also. AS 22 പ്രകാരം impairment analysis ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. അതൊക്കെ തന്നെയാണ് അല്ലേ. Diminution of the value represents cost of asset unless the profit should. അപ്പോൾ ബേസിക് ആയിട്ടുള്ള അമോർട്ടൈസേഷൻ ബേസ്ഡുള്ള 2-3 ക്വസ്റ്റൻസ് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. സോ വിത്ത് ദാറ്റ് സെഡ്, ഇതാണ് നമ്മളുടെ സെപ്റ്റംബർ 25ൻ്റെ MTP1. ഓൾറെഡി RTP വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിൽ ആഡ് ആയിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണണം നിർബന്ധമായിട്ടും. സെപ്റ്റംബർ എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് MTP1. ഓക്കെ, ദിസ് ഇസ് ദ ഔട്ട്ലുക്ക് ഓഫ് MTP1. ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ് ഇൻ MTP1. ഇത് ഈ ഏരിയാസ് എന്നൊക്കെയാണ് ഇത്തവണ MTP1 ഫോർ സെപ്റ്റംബറിൽ ചോദ്യം വന്നിട്ടുള്ളത്. ഇൻ ദ നെക്സ്റ്റ് വീഡിയോ സെഗ്മെന്റ് വി വിൽ സീ അഗൈൻ ഡിസ്കസിങ് MTP2. ഗുഡ് ബൈ. താങ്ക് യു.